സഭയിൽ ഭിന്നസ്വരമോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ്, ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു. പക്ഷേ ഇന്ന് ഇടയലേഖനം ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. പള്ളികളിൽ ഇടയലേഖനം വായിക്കുമെന്ന്. പക്ഷേ എല്ലായിടത്തും വായിച്ചില്ല. ചിലയിടത്ത് മാത്രമായി ഇടയലേഖനം ചുരുങ്ങി, ഒരിടത്ത് മാത്രമായി ചുരുങ്ങി. അപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതൊരു വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം എന്നൊക്കെ അപ്പുറത്തൊന്നും പ്രതികരണം വരുന്നു. പക്ഷേ എന്താണ് ആത്യന്തികമായി ഇത്? രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളല്ലേ, ഭിന്നസ്വരമല്ലേ? സഭയിൽ സഭാപിതാക്കന്മാർ തമ്മിൽ ഒരു ഭിന്നസ്വരമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം സഭയിൽ സഭാ നേതാക്കൾ എന്ത് വിചാരിച്ചാലും സഭയിലെ വിശ്വാസികൾക്ക് ഒരു ഭിന്നസ്വരം ഉണ്ട്. ഇതാണ് എൻ്റെ കാരണം. എന്തുകൊണ്ട് സഭാപിതാക്കന്മാർ തമ്മിലൊരു വലിയ ഭിന്നസ്വരം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവിലേക്കാണ് ഞാൻ ആദ്യം വരുന്നത്. കേരളത്തിലെ ഇന്ത്യയിലെ ഈ ബഹളമൊക്കെ ഇന്ത്യയിലെ മീഡിയകളെല്ലാം എടുത്തിട്ടപ്പോൾ വത്തിക്കാൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് ശ്രദ്ധിച്ചോ? വത്തിക്കാൻ്റെ ഔദ്യോഗികമായ പത്രം വത്തിക്കാൻ ന്യൂസ്. വത്തിക്കാൻ ന്യൂസിൽ ഒരു വരിയില്ല ഈ സംഭവത്തെക്കുറിച്ച്. അതേസമയം കോങ്കോയിൽ പള്ളി ആക്രമിക്കുന്നു, നിക്കരാഗുവയിൽ വിശുദ്ധവാര ആഘോഷത്തിന് നിയന്ത്രണം, ഗാസയിൽ പള്ളിക്കെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ച് വാർത്തയുണ്ട്, നൈജീരിയയിൽ ആക്രമണമുണ്ട്. ഇന്ത്യയിലെ ഈ സംഭവത്തെക്കുറിച്ച് ഒരു വരി വത്തിക്കാൻ പറഞ്ഞിട്ടില്ല. ഇനി ഇന്ത്യയെക്കുറിച്ച് വത്തിക്കാൻ ന്യൂസിൽ പറയുന്ന അവസാനത്തെ വാർത്ത എന്താണെന്നറിയാമോ? കഴിഞ്ഞ മാസം 15-ാം തീയതി ഒരു പ്രധാനപ്പെട്ട പ്രതിനിധി വത്തിക്കാനിൽ ഇന്ത്യയിൽ വന്നു. അത് പോൾ റിച്ചാർഡ് ഗില്ലാർഡ് എന്ന ആർച്ച് ബിഷപ്പാണ്. വത്തിക്കാനിലെ വിദേശകാര്യ മന്ത്രി എന്ന് പറയാവുന്ന ദ പേഴ്സൺ ഹൂ ഇസ് ഇൻ ചാർജ് ഓഫ് റിലേഷൻ വിത്ത് സ്റ്റേറ്റ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അതാണ് അയാളുടെ പദവി. അദ്ദേഹം ഇവിടെ വന്ന് ദേശീയ തലത്തിൽ BJPയുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടു, വിദേശകാര്യ മന്ത്രിയെ കണ്ട കാര്യം ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട്. എന്താണ് കാരണമെന്നറിയാമോ? മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പദ്ധതി BJP കുറേ നാളായി ആലോചിച്ച് വച്ചിരുന്നതാണ്. ദേശീയ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഴയ മാർപ്പാപ്പയെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അന്ന് വത്തിക്കാൻ ഒരു പ്രത്യേക നിയമമുണ്ട്. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പുള്ള ഒരു വർഷത്തിന് മുമ്പ് ആ രാജ്യത്തിനകത്ത് മാർപ്പാപ്പ സന്ദർശിക്കില്ല. അത് രാഷ്ട്രീയം അതിനെ സ്വാധീനിക്കാം. പക്ഷേ ഇപ്പോൾ വളരെ കാര്യമായി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നടക്കുകയാണ്. റിച്ചാർഡ് ഗല്ലഗർ ഇന്ത്യയിൽ വന്നത് അതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ്. ഇരു കൂട്ടരും തമ്മിൽ വളരെ വലിയ ബന്ധമാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് വത്തിക്കാൻ ന്യൂസ് ഇതേക്കുറിച്ച് ഒരു വാർത്ത പോലും പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ്. ഇന്ത്യ മുഴുവൻ വലിയ വാർത്തയായതെന്ന് ആലോചിക്കണം. ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള കേരളത്തിൽ എല്ലായിടത്തും വലിയ പ്രകടനം നടക്കുമ്പോൾ വത്തിക്കാൻ നിശബ്ദമാണ്. 2, ഈ സമയത്തൊക്കെ റിച്ചാർഡ് ഗല്ലഗർ ഇവിടെയുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്, ഡൽഹിയിലെ ആളുകളെ കണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ വിഷയം തുടങ്ങുമ്പോഴും ഇപ്പോഴും നടന്ന വിവിധ സഭാ നേതാക്കളുടെ പ്രതികരണങ്ങളെക്കുറിച്ച് നോക്കാൻ. ഒന്ന്, CBCIയുടെ പ്രസിഡന്റ് ആൻഡ്രൂ താഴത്ത്. നമ്മൾ ആദ്യമേ കേട്ടല്ലോ, വളരെ സൂക്ഷിച്ചായിരുന്നു പ്രതികരണം ആണല്ലോ. അതിനുശേഷം സീറോ മലബാർ സഭയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭ. ഒരുപക്ഷെ കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സഭാവിശ്വാസികളുള്ള പോപ്പിൻ്റെ കീഴിലല്ലാത്ത 2 സഭകൾ ഒരെണ്ണമാണ്. അതിൻ്റെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞത്. തൃശ്ശൂർ ആ വീട്ടിൽ പോയി കണ്ട ശേഷം അദ്ദേഹം വളരെ സൂക്ഷിച്ചായിരുന്നു പ്രതികരണം. പക്ഷേ ഈ ആദ്യത്തെ വളരെ സൂക്ഷിച്ചുള്ള പ്രതികരണത്തിന് ശേഷം കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ വളരെ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ തീരുമാനിച്ചതോടുകൂടി സഭയുടെ മുന്നിൽ ഇത് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വന്നു. എന്താ കാരണം? 2 പ്രധാനപ്പെട്ട പ്രകടനം നടന്ന സ്ഥലങ്ങൾ, ഒന്ന് പാല, 2 തൃശ്ശൂർ. ഈ 2 കേരളത്തിന് പുറത്തേക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. ഈ 2 ആളുകൾക്കാണ് അഫക്റ്റഡ് പാർട്ടീസ്. അതുകൊണ്ട് തന്നെ സഭ പിടിച്ചിട്ട് നിന്നില്ല, പ്രകടനമായി, വലിയ ബഹളമായി. അപ്പോൾ പിന്നെ സഭാ നേതൃത്വം അതിൻ്റെ മുന്നിൽ നിന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഘട്ടം കഴിയുമ്പോൾ ചില സിനിമയിൽ പറയുമല്ലോ, സലിം കുമാറിൻ്റെ ഒരു സിനിമയിൽ ബോഡി കിട്ടി, ഇനി ഫയർ ഫൈറ്റേഴ്സ് എല്ലാവരും പിരിഞ്ഞു പോകണം, നന്ദി നമസ്കാരം എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകാമെന്ന് വിചാരിക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നില്ല. കേരളത്തിലെ സഭാവിശ്വാസികൾ കത്തോലിക്കർ പിരിഞ്ഞു പോകുന്നില്ല. അതാണ് നടക്കുന്നത്. അതിൻ്റെ കൂടെ നിൽക്കാൻ സഭാ നേതൃത്വം നിർബന്ധിതരാവുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സഭകളുടെ നേതൃത്വത്തിലുള്ള ഇടവകകളിലും അതിനു മുകളിലുള്ള അതിരൂപതകളിൽ നിന്നും ഇടയലേഖനങ്ങൾ ഉണ്ടാകാതിരുന്നത്. ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. നേരത്തെ തന്നെ അങ്ങനെ തന്നെയായിരുന്നു നിർദ്ദേശം. അത് പാലിക്കുകയാണ് സഭാ നേതൃത്വം ചെയ്തത്. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഒരു ബിഷപ്പ് മാത്രം ഇന്ന് പാമ്പ്ലാനിക്കെതിരെ നിലപാടെടുത്തത്? ആരാണ് എതിരെ നിലപാടെടുത്ത ബിഷപ്പ്? ഇരിങ്ങാലക്കുട ബിഷപ്പ് പോളി കണ്ണൂർക്കാടൻ.
കത്തോലിക്ക സഭയിൽ വേറൊരു വിഷയവും കൂടി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പ്രേക്ഷകരും നമ്മൾ ഓർക്കണം. ഇത് ഏകീകൃത കുർബാനയെ ബന്ധപ്പെട്ടുള്ള വലിയ തർക്കമാണ്. അടുത്ത മാസം സിനഡ് കൂടാൻ പോവുകയാണ്. സിനഡിൽ മാർ പാംപ്ലാനിക്കെതിരെയുള്ള വളരെ വലിയ നീക്കം നടക്കാൻ പോവുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഭിന്നസ്വരം, ഈ അഭിപ്രായ വ്യത്യാസം എന്ന് ഞാൻ സംശയിക്കുന്നു. അതല്ലെങ്കിൽ മോളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട് സഭാ നേതൃത്വത്തിന് ഇത് എസ്കലേറ്റ് ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ എസ്കലേറ്റ് ചെയ്യരുത് എന്നുള്ള തീരുമാനം നടപ്പിലാക്കണം ഒരു വശത്ത്. അതേസമയം ഇവിടെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കണം. രണ്ട് വള്ളത്തിൽ കാല് വെച്ചുകൊണ്ടുള്ള ഒരു സർക്കസാണ് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും BJPയുമായ ഒരു ഏറ്റുമുട്ടലിന് പോകാൻ അവർ തയ്യാറേ അല്ല. എന്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്? ക്രിസ്ത്യാനികൾ ഈ കന്യാസ്ത്രീമാരുടെ കാര്യത്തിലോ? ഈ കന്യാസ്ത്രീമാരുടെ കാര്യത്തിലാണെങ്കിൽ സഭ ഉറച്ചു വിശ്വസിക്കുന്നത് റോഡിൽ പ്രകടനം നടത്തിയത് കൊണ്ടല്ല. ഇത് വ്യക്തിപരമായി എനിക്കുള്ള അറിവാണ്. പ്രകടനം നടത്തിയത് കൊണ്ടല്ല, BJPയുടെ സഹായം കൊണ്ടാണ് നമുക്ക് ജാമ്യം കിട്ടുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി ബാക്കിയുള്ള കേസ് റദ്ദാക്കാനും BJP സഹായിക്കും എന്ന് ഉറപ്പ് കൊടുത്തുവെന്നാണ് അവർ കരുതുന്നത്. ഇനി ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് രാവിലെ ഒരു വാർത്ത വന്നല്ലോ, 2 ദിവസം മുമ്പ് രാജസ്ഥാനിൽ ഒരു പാസ്റ്റർക്കെതിരെ വലിയ പീഡനം. അദ്ദേഹത്തിൻ്റെ കേസ് കോടതിയിലാണ്. നാളെ കേസ് വാദം കേൾക്കാൻ നിൽക്കുക. കേസിൽ ജാമ്യാപേക്ഷയാണ്. എൻ്റെ വാദം നടക്കാൻ പോവുകയാണ്. എവിടെങ്കിലും നിങ്ങളൊരു പ്രസ്താവന കേട്ടോ? ഒരു മെഴുകുതിരി പ്രകടനം, ഒരു മുദ്രാവാക്യം വേണ്ട. സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയക്കാരും ഏറ്റെടുത്തില്ലല്ലോ. വേണമെങ്കിൽ ഈ ദുർഗിൽ നിന്ന് നേരെ രാജസ്ഥാനിൽ ഞാൻ അതിലേക്ക് വരികയാണ്. ഇവരാരും മിണ്ടിയില്ലല്ലോ. അപ്പോൾ എന്താ ഇത്? ഒരു വിഷയം മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള മാധ്യമങ്ങൾ ഇത് എടുത്തിട്ടത് കൊണ്ട് ഇത് പിടിക്കേണ്ടി വന്നു. ഒരു ബോംബ് പോലെ പൊട്ടി. ആ പൊട്ടിയപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അത് കഴിയുമ്പോൾ പതുക്കെ സഭ പിന്നോട്ട് മാറുകയാണ്. അതാണ് നടക്കുന്നത്. അതിന് വത്തിക്കാനിൽ നിന്ന് മുതലുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്. അതിൽ CBCI ഭാഗഭാക്കാണ്. ഇതിനകത്തുള്ള ഏക വ്യത്യസ്തമായ സ്വരം KCBCയുടെയാണ്. KCBCയുടെ ഭാഗത്തു നിന്ന് ക്ലിമിസ് പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിലപാടുണ്ട്. പക്ഷേ അതുപോലും സെറ്റിൽമെൻറ്റിന് മുമ്പുള്ള ഒരു ബഹളമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. കാരണം അങ്ങനെയാണ് ബന്ധം. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇഫക്റ്റ്, കത്തോലിക്ക സഭാ നേതൃത്വം വത്തിക്കാൻ കൂടെ നിന്നാലും കൂടെ നിന്നില്ലെങ്കിലും കേരളത്തിലെ കത്തോലിക്ക സഭയിൽ, കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ BJPയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന, കോൺഗ്രസിനെ കൈയൊഴിഞ്ഞുകൊണ്ടിരുന്ന ആ വിഭാഗം ഈ സംഭവത്തോടു കൂടി സഭ പറയുന്നിടത്തുനിന്നോ, ഇനിയിപ്പോൾ സഭ പറഞ്ഞില്ലെങ്കിൽ പോലും BJPയുമായി അകലുകയാണ്. കഴിഞ്ഞ 8 ദിവസം കൊണ്ട് അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഈ സംഭവങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞത് ചുരുക്കുന്നു. കേരളത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വത്തിൻ്റെ മൗനം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അത് വത്തിക്കാനിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗം കൂടിയാണ്. വത്തിക്കാൻ്റെ താല്പര്യം എന്താണ്? വത്തിക്കാൻ്റെ താല്പര്യം ഈ കാര്യത്തിൽ കഴിഞ്ഞ 2 വർഷമായി, നിങ്ങൾ വത്തിക്കാൻ ന്യൂസ് എടുത്ത് നോക്കുക, കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൽ ഇത് സംബന്ധിച്ച ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച ഒരു വാർത്തയും നിങ്ങൾ വത്തിക്കാൻ ന്യൂസിൽ കാണില്ല. 2022-23 മുമ്പ് പുറകോട്ടെടുത്ത് നോക്കൂ. വത്തിക്കാൻ ന്യൂസിൽ ഇന്ത്യയിലെ മതപീഡനം ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ട്. അങ്ങോട്ട് കൊടുക്കണം. വാർത്ത കൊടുക്കാനോ? വത്തിക്കാൻ ന്യൂസിലാണോ വാർത്ത കിട്ടാൻ പാട്? ഇതിൻ്റെ ഈ ബിഗർ നമ്മളെപ്പോഴും പറയും, നമ്മൾ മരം കാണും കാട് കാണില്ല എന്ന്. സീ ദ ബിഗർ പിക്ചർ. ഇത് വളരെ വലിയ ചർച്ചകളുടെയും പശ്ചാത്തലങ്ങളുടെയും ഒക്കെ കാര്യമാണ്. പോൾ ഗില്ലിഗാർഡ് ഇവിടെ വന്നത് ചുമ്മാ ചായ കുടിച്ചിട്ട് പോകാനല്ല. ഇതൊരു വലിയ രാഷ്ട്രീയ പ്ലാനാണ്. ആ രാഷ്ട്രീയ പ്ലാനിൽ കത്തോലിക്ക സഭയെ കൂടെ കൂട്ടാനുള്ള വലിയൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാ കാര്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വം ഇന്നത്തെ ഈ ഞായറാഴ്ചയോടുകൂടി ഇനിയുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, കേരളത്തിലെ സഭാ നേതൃത്വത്തിൽ നിന്ന് BJPയുമായി സെറ്റിൽ ചെയ്യാമെന്ന നിലപാടിൽ നിന്ന് ഭിന്ന സ്വരത്തിലാണ് കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ. അവർ വ്യത്യസ്തമായ നിലപാടെടുക്കും. BJPയുടെ പ്ലാൻ അതുകൊണ്ട് തന്നെ പൊളിയും. ആ ഭിന്ന സ്വരത്തിലാണ് എൻ്റെ പ്രതീക്ഷ. ശരി, ശ്രീയാൻഡോ എന്താണ് തോന്നുന്നത്? സഭയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കേരളത്തിൽ കുഷ്ഠരോഗം വലിയ രീതിയിൽ പിടിപെട്ട കാലത്ത് കുഷ്ഠരോഗികളെ വീട്ടിൽ നിന്ന് ഇറക്കുകയോ അല്ലെങ്കിൽ വീട്ടിലിട്ട് പൂട്ടുകയോ അല്ലെങ്കിൽ തെരുവിലേക്ക് ഇറക്കി വിടുന്ന കാലത്ത്, ചികിത്സിക്കാൻ സംവിധാനമില്ലാത്ത കാലത്ത്, കുഷ്ഠരോഗം കൊണ്ട് മാത്രം കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ജോസഫ് കണ്ടത്തിൽ എന്ന് പറയുന്ന അച്ഛൻ തുടങ്ങിയ സ്ഥാപനമാണ് ഈ പറഞ്ഞ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് സഭ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് കുഷ്ഠരോഗികളെ ചികിത്സിക്കുക എന്നുള്ളതും അതാണ്. വളരെ പാവപ്പെട്ട രീതിയിൽ കിടക്കുന്നവരെയും അശരണായവരെയും രക്ഷിക്കുക എന്നുള്ളതാണ് ആ സഭയുടെ തന്നെ ലക്ഷ്യം. ആ സഭയുടെ ലക്ഷ്യത്തിൽപ്പെട്ട ഒരു സന്യാസമൂഹമാണ് ഈ സിസ്റ്റേഴ്സ്. അവർ 2 പേരാണ് ജയിലിൽ പോയത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്
ഈ കുഷ്ഠരോഗി രക്ഷിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലുള്ളതും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സന്യാസ സഭകളുടെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം. അവർക്ക് എല്ലാ സന്യാസ സഭകൾക്കും അതിൻ്റേതായ ഒരു മോട്ടീവ് ഉണ്ടാവും. ഈ സഭയ്ക്ക് ഇതാണ് കുഷ്ഠരോഗികളെ രക്ഷിക്കുക, കുഷ്ഠരോഗികളെ പൂർണ്ണമായി ഇല്ലാതാക്കുക. കേരളത്തിൽ നിന്നും ഈ കുഷ്ഠരോഗം പൂർണ്ണമായി ഇല്ലാതാക്കിയല്ലോ. ചില സഭകളുണ്ട് കേരളത്തിൽ. ആ സഭകളുടെ പരിപാടി എന്താണെന്നറിയോ? വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ചില സഭകളുടെ മോട്ടീവ് എന്ന് പറയുന്നത്. ചില സഭകളുടെ മോട്ടീവ് എന്താ? ഉന്നമനം ഇല്ലാതെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന വിഭാഗങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചില സഭകളുടെ മോട്ടീവ് എന്ന് പറയുന്നത്. കേരളത്തിലെ വിവിധ സഭകൾ അങ്ങനെ ഉണ്ടായതാണ്. കേരളത്തിലെ വിവിധ സന്യാസ സമൂഹങ്ങൾ അങ്ങനെ ഉണ്ടായതാണ്. അവിടെയാണ് ലോകമായ സ്ഥലങ്ങളിൽ മുഴുവൻ ക്രിസ്ത്യാനികൾ പടർന്ന് പന്തലിച്ചതും അങ്ങനെയാണ്. എപ്പം ക്രിസ്ത്യാനിക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ ഇടപെടണമെങ്കിൽ ലോകത്ത് എത്ര രാജ്യം ക്രിസ്ത്യാനിക്ക് ഭരിക്കാം, എത്ര രാജ്യം പിടിച്ചെടുക്കാം, മാർപ്പാപ്പയ്ക്ക് എത്ര രാജ്യം ഭരിക്കാം, മാർപ്പാപ്പയ്ക്ക് എത്ര രാജ്യത്തിൻ്റെ രാജാവായി വാഴാം, ലോകത്ത് എത്രയെങ്ങാനും ക്രിസ്ത്യാനിയുണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി അങ്ങനെ ചെയ്യാത്തത്? ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം അല്ലാന്ന്. ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കലല്ല. ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വലിയ മുതലാളിയാകലല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനി ലക്ഷ്യം എന്ന് പറയുന്നത് ലോകസമാധാനമാണ്. അതാണ് മാർപ്പാപ്പയോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. നിങ്ങൾ മാർപ്പാപ്പയാവുന്ന സമയത്ത്, ഫ്രാൻസിസ് പാപ്പയൊക്കെ ആയ സമയത്ത് എന്താ മാർപ്പാപ്പയുടെ ആദ്യത്തെ ചോദ്യം? മാർപ്പാപ്പ എന്താണ് ആഗ്രഹിക്കുന്നത്? ആദ്യം പറയുന്നത് ലോകസമാധാനമാണ്. യുദ്ധം നടക്കുമ്പോൾ മാർപ്പാപ്പ ഒരു രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടിട്ടില്ലല്ലോ. ഈ രാജ്യത്തിൻ്റെ കൂടെ ഒന്ന് മറ്റേ യാതൊരു യുദ്ധം ചെയ്യും, ഈ രാജ്യത്ത് മറ്റേ യാതൊരു യുദ്ധം ചെയ്യും, അവിടുന്ന് 5 ബോംബ് അങ്ങോട്ട് വിടുമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ എന്താ പറയുന്നത്? അവിടെ ലോകസമാധാനം ഉണ്ടാകട്ടെ, കുഞ്ഞുങ്ങൾ കിടക്കുന്നിടത്ത് എണീറ്റ് വരട്ടെ, അല്ലെങ്കിൽ അവരെ രക്ഷിക്കൂ, പട്ടിണി കിടക്കുകയാണ്, യുദ്ധം ഉണ്ടാകുകയാണെന്ന് പറയുന്ന രാജ്യത്ത് അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് പല രാജ്യങ്ങളും ക്രിസ്ത്യാനി ചെയ്യുന്ന പണി അതാണ്. ഒരു കാര്യം. രണ്ടാമത് ഒരു മിനിറ്റ് പറഞ്ഞു തിരക്കൂട്ടുണ്ടാതെ ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഇപ്പം കേരളത്തിലെ സഭകളിൽ ഭിന്നസ്വരം എന്ന് പറഞ്ഞോളൂ. കേരളത്തിലെ സഭ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ല നടന്നത്. നാളെ രാവിലെ കേരളത്തിലെ അധികാരത്തിൽ വരാൻ പോകുന്നത് കേരളത്തിലെ ബിഷപ്പും പാമ്പാനി പിതാവും പിന്നെന്താണ് തറയിൽ പിതാവും പിന്നെ നമ്മുടെ ആൻഡ്രൂസ് താഴത്ത് പിതാവും എന്നല്ലല്ലോ. ഇവിടെ വരാൻ പോകുന്നത് പിണറായി വിജയനും പി ഡി സതീശനും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും സുധാകരനൊക്കെ ആയിരിക്കുമല്ലോ. അവരാണല്ലോ ആഗ്രഹിക്കുന്നത്. ഒരു മിനിറ്റ്, സണ്ണി ജോസഫൊക്കെ ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം കേരളം ഭരിക്കാൻ പോകുന്നത് അവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്നത് മൈക്ക് നീട്ടുന്നതിനനുസരിച്ച് രാഷ്ട്രീയം പറഞ്ഞോളൂ. രാഷ്ട്രീയമാണ് ലക്ഷ്യം എന്ന് പറയാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? 2 കന്യാസ്ത്രീകൾ വേറൊരു സംസ്ഥാനത്ത് പോയി, അവരെ അവിടെ പീഡിപ്പിക്കുന്നു, അവരെ പിടിച്ച് ജയിലിലിട്ടു. അവരെ ജയിലിടാൻ വേണ്ടി ഞാൻ പറയുന്നത് അറിയോ? ക്രിസ്ത്യാനികളെ സിംഹത്തിൻ്റെ മുന്നിൽ എറിഞ്ഞു കൊടുത്തിട്ടാണ് തിന്നാനിട്ട് കൊടുത്തു. നിങ്ങളിത് ക്രിസ്തുമതം ഉപേക്ഷിച്ചാൽ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തുമതം വേണ്ട, എന്നെ രക്ഷിക്കേണ്ട, നിങ്ങൾ സിംഹത്തിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്തോളം പറഞ്ഞിട്ട് ജനിച്ചു വന്ന ക്രിസ്ത്യാനിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഇവിടെ ഒരു ക്രിസ്ത്യാനി കുടുങ്ങി, അവരെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരിക. എന്നിട്ട് അവർ ആ പ്രേക്ഷക പ്രവർത്തനത്തിലേക്ക് അവർ പരിപാടി നിർത്തി വീട്ടിൽ പോരല്ലോ. ഈ സിസ്റ്റേഴ്സ് പരിപാടി നിർത്തി വീട്ടിൽ പോകലല്ലോ. അയ്യോ എന്നെ ഇവിടെ പിടിച്ച് ജയിലിലിട്ടു, ഞാനിത് നാളെ രാവിലെ ഈ പരിപാടി. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവിടെ യുദ്ധം ചെയ്തിട്ട് ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും കൂട്ടത്തല്ലുണ്ടാക്കി കൊല്ലാണ്ട ഒരു വ്യവസ്ഥ ഉണ്ടാക്കലുള്ളതല്ലോ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പാമ്പ്ലാനി പിതാവ് പറയുകയാണ് BJP തകർക്കണം, BJP അടിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ഹിന്ദു സമുദായം ബജരംഗ ദളിനെ എല്ലാ ക്രിസ്ത്യാനികളും പോയി തല്ല് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് കലാപമാണ്. ആ കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ വേണ്ടി പാമ്പ്ലാനി പിതാവിനോ ഈ തറയിൽ പിതാവിനോ ഈ താഴത്ത് പിതാവിനോ പറ്റില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? പിതാക്കന്മാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സമാധാനത്തോടെ ഈ പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അത് വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഞാൻ BJP ആയിട്ടുള്ള പാലം ഞങ്ങളിവിടെ ഇട്ടു, എഴുതി ഒപ്പിട്ട് BJP അമിത്ഷാൻ്റെ വീട്ടിലേക്ക് കൊടുക്കേണ്ട കാര്യമോ, മോഡീൻ്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമോ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായ പ്ലാനുണ്ട്. ആ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്ലാനാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഈ നാളെ രാവിലെ വരുമ്പോൾ ക്രിസ്ത്യാനികളെല്ലാം ഇനി BJPക്കാരെ വരുന്ന അവിടെ കേക്ക് കൊണ്ടുവരുന്ന സ്ഥലം കേക്ക് വാങ്ങിച്ച് സ്വീകരിച്ച് പൊന്നാടിയിട്ട് സ്വീകരിച്ച് അവിടെ കയറ്റിയിരുത്തി നാളെ രാവിലെ എല്ലാ ഇടയിലേനും വായിച്ച് എല്ലാ ക്രിസ്ത്യാനികളും പോയി BJPക്ക് വോട്ട് ചെയ്തോളൂ, സുരേഷ് ഗോപിനെ തൃശ്ശൂർ ജയിപ്പിച്ചോളൂ, അല്ലെങ്കിൽ നിയമസഭ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് ഇലക്ഷനും ജയിപ്പിച്ചോളൂ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അത് സഭയുടെ ദീർഘവീക്ഷണമായിരിക്കും. ആ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് അവർ ഇൻറ്റേണലായ ഡിസ്കഷനോടുകൂടി തീരുമാനം രൂപീകരിക്കപ്പെടുകയും അത് പറയുകയും ചെയ്യും. അവർക്ക് പറയാൻ പറ്റുന്ന ആരാ? അവർക്ക് സഭയ്ക്ക് PROമാരുണ്ട്, സീറോ മലബാർ സഭയ്ക്ക് PROമാരുണ്ട്, അതുപോലെ ഓർത്തഡോക്സ് സഭയ്ക്ക് PROമാരുണ്ട്, യാക്കോബ സഭയ്ക്ക് PROമാരുണ്ട്, കേരളത്തിലെ മുഴുവൻ സഭകൾക്ക് PROമാരുണ്ട്. ആ PROമാർ വന്നിട്ട് നിങ്ങളുള്ള മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJPക്കെതിരെയും സംഘപരിവാർ പ്രസ്ഥാനത്തിനെതിരെയും ബജരംഗളത്തിനെതിരെയും ഈ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂഷണത്തിനെതിരെയും തന്നെയാണ്. അത് പിതാവ് മാത്രം ഇങ്ങനെ വിളിച്ചു പറയണം. പിതാവിൻ്റെ സംവിധാനം എന്താണ്? അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വലിയ സംവിധാനങ്ങളുണ്ട്. ഈ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രശ്നം എന്താ അറിയോ? ഒരു ഞായറാഴ്ച ഒരു പള്ളിയിൽ എല്ലാവരും കൂടെ ഒത്തുകൂടി അവിടെ ഒരു ഇടയിലേനം വായിച്ച് അവരെ മുഴുവൻ തിരിച്ചുവിടുക എന്നുള്ളതല്ല. അവർ ഇറക്കി വിട്ടില്ലായിരുന്നു. നിങ്ങൾ കണ്ടോളൂ.
ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ആ സിസ്റ്റർ അവിടെ നിന്ന് ഇറക്കി വിട്ടി നിങ്ങൾ പറയുന്ന പോലെയല്ല, ഇത് വലിയ സംഭവമായി മാറി. നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇവിടെ കസ്തൂരിരംഗം പ്രശ്നം ഉണ്ടായ സമയത്ത് മലബാറിൻ്റെ മലയോര മേഖല മുഴുവൻ എന്താണ് ഫോറസ്റ്റ് സ്റ്റേഷൻ മുഴുവൻ വലിച്ചിട്ട് കത്തിച്ചില്ലേ, വണ്ടികൾ മറിച്ചിട്ടില്ലേ, കത്തിച്ചില്ലേ? ആരാ ചെയ്ത്? ക്രിസ്ത്യാനികൾ തന്നെ ചെയ്ത്. കാരണം എന്താ, അണ പൊട്ടിയാൽ പാമ്പും കടിക്കും എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അണ പൊട്ടി, ജനങ്ങൾ ഇറങ്ങിയപ്പോൾ അതിന് മുന്നിൽ നിന്ന് നയിച്ചത് പിതാക്കന്മാർ തന്നെയാണ്. അത് ആ സമയത്തും ഈ കസ്തൂരിരംഗം പ്രശ്നം ഉണ്ടായപ്പോൾ മലയോര മേഖലയിൽ നിന്ന് ക്രിസ്ത്യാനികളെയും മലയോര കർഷകരെയും മുഴുവൻ ഇറക്കി വിട്ട സമയത്ത് അണ പൊട്ടിയപ്പോൾ അതിന് മുമ്പ് നയിച്ചതും ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഇടുക്കിയിൽ ഒരു MP ഉണ്ടായില്ല, ജോയ്സ് ജോർജ് ഒരു MP ഉണ്ടായില്ല. ആരാ നയിച്ചത്? ക്രിസ്ത്യാനി എന്നാ മുമ്പിൽ നയിച്ചത്. അപ്പം ക്രിസ്ത്യാനിക്ക് പണിയൊക്കെ അറിയാം. പക്ഷേ അവരുടെ ലക്ഷ്യം എന്താ? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയും അടി ഉണ്ടാക്കുകയും അതിന് ആഹ്വാനം ചെയ്യുകയും നാളെ രാവിലെ രാഷ്ട്രീയം പ്രവർത്തനം പറയാം. ഇന്നിപ്പം ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറയുമോ, അല്ലെങ്കിൽ പറയുന്നത് പാംബ്ലാനി പിതാവ് വന്നിട്ട് രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാളെയും രാഷ്ട്രീയം പറയേണ്ടി വരും, മറ്റന്നാൾ രാഷ്ട്രീയം പറയേണ്ടി വരും. ഇന്ന് BJPക്കെതിരെ രാഷ്ട്രീയം പറഞ്ഞാൽ ഒരു CPM കുറ്റം ചെയ്യുന്ന സമയത്ത് CPMനെതിരെ പറയേണ്ടി വരും. നാളെ കോൺഗ്രസ് കുറ്റം ചെയ്താൽ കോൺഗ്രസിനെതിരെയും പറയേണ്ടി വരും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവരിരിക്കുന്ന പൊസിഷനെ പറ്റി സംവിധാനമല്ല. പക്ഷേ സഭയ്ക്കെതിരെ അറ്റാക്ക് വന്നാൽ, സഭയ്ക്കെതിരെ അറ്റാക്ക് വരിക, അല്ലെങ്കിൽ സമൂഹത്തിനെതിരെ അറ്റാക്ക് വരികയാണ്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെതിരെ അച്ഛന്മാർക്കെതിരെ അറ്റാക്ക് വന്നാൽ അത് പ്രതിരോധിക്കുകയും അത് പറയുകയും ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് അവിടുത്തെ PROമാരുടെയാണ്. അതിനപ്പുറം ഞാൻ പറയുക, ഇത് ചെയ്യേണ്ട ആരാന്നറിയോ? ഇത് ചെയ്യേണ്ടത് ഈ സമൂഹത്തിൽ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണേ. ആ രാഷ്ട്രീയ പാർട്ടി നല്ല രീതിയിൽ ചെയ്യുന്നില്ല. നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, കോൺഗ്രസിൻ്റെ MPമാരും MLAമാരൊക്കെ അവിടെ പോയി സമരം നടത്തുന്ന നിങ്ങൾ കണ്ടില്ലേ? അവിടെ പോയി ബൈക്ക് കൊടുക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ CPMൻ്റെ MLAമാരും MPമാരും അവിടെ പോയി ബൈക്ക് കൊടുക്കുന്ന കണ്ടില്ലേ? അവിടെ സംസാരിക്കുന്ന കണ്ടില്ലേ? ഇവിടുന്ന് BJPക്കാരും പോയല്ലോ, BJPക്കാരും പോയി ഇവിടുന്ന്. അപ്പം ഞാനിപ്പോൾ സാമ്പ്രാണി പിതാവ് പറയുകയാണ്, ഇതാ BJPക്കാരൊന്നും ചെയ്തിട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ കണ്ടിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ആവശ്യം ചോദിച്ചിട്ടുണ്ട്, അമിത്ഷാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മടയനോട് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്, ഞങ്ങൾ മതപരിവർത്തനം ചെയ്യുന്ന പാർട്ടിയല്ല, ഞങ്ങൾ മതപരിവർത്തനം ചെയ്യാത്ത ആൾക്കാരാണ്. ഇത് അമിത്ഷാനോടും നരേന്ദ്രമോദിയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയുമ്പോൾ അതവർ കേൾക്കാൻ മനസ്സ് കാണിച്ചു, അതിനവർ നന്ദി പറയുന്നു മാത്രമേ ഉള്ളൂ. ഇത് ചെയ്തില്ല, BJP ആണ് ഇത് ചെയ്തതുകൊണ്ട് അവരെ മുഴുവൻ തള്ളിക്കളയണം. അമിത്ഷാനെയും നരേന്ദ്രമോദിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രിനെയും ആഭ്യന്തരമന്ത്രിനെയും ഒക്കെ കൊന്നുകളയണം, അവരൊന്നും അടുപ്പിക്കാൻ പാടില്ല എന്ന് സഭയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ സഭ പറയണം എന്നല്ല ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഞാൻ അതിലേക്കാണ് വരുന്നത്. എൻ്റെ സാക്ഷൻ എന്താണ്? ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ, ഒരു പാസ്റ്റർക്കെതിരെ കേസുണ്ടല്ലോ എന്ന്. പാസ്റ്ററെ പിടിച്ച് ജയിലിട്ടിട്ടില്ല. പക്ഷേ അങ്ങനെയാണ് ഈ കേരളത്തിലെ ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളും ക്രിസ്ത്യാനികൾക്കെതിരെ ഇഷ്ടംപോലെ കേസുണ്ട്. ജാമ്യം കിട്ടുന്നതും കിട്ടാത്തതുമായിട്ട് ഇഷ്ടംപോലെ കേസുണ്ട്. ജയിലിടുമ്പോൾ അതിന് പ്രതികരിക്കാൻ അവരുടെ സഭയിൽ ആൾക്കാരുണ്ടാവും, അവർ പ്രതികരിച്ചോളൂന്നേ. അതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും, അവർ പ്രതികരിച്ചോളൂ. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കേസുകൾക്കും ഉണ്ട്. അപ്പോൾ സഭയിൽ പെട്ടതുകൊണ്ടല്ല, ഈ സന്യാസിക്കെതിരെ അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സിനെ കേസ് ഇട്ടതുകൊണ്ട് മാത്രമല്ല, ഇവരെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയോട് ചോദിച്ചപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞെന്താ പറയുക, TTR പിടിച്ചിട്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? അങ്ങനെ പറഞ്ഞിട്ടപ്പോഴാണ് അതുപോലെ നിരുത്തരവാദമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ്, സംസാരിക്കുമ്പോഴാണ് പറയുന്നത് ഇതിനെ ശക്തമായി പ്രതികരിക്കുന്നത്. അല്ല, കേസെടുത്തുകൊണ്ട് മാത്രമല്ല, കേസെടുത്ത് ഇഷ്ടംപോലെ കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കോണ്ടക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോണ്ടക്സ്റ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ അടുത്തത് ഒരാൾ വേറൊരു കേസിൽ പെടുമ്പോൾ ഒരു അക്ഷരം അല്ല, ഞാൻ പറയുന്നത് ഒരാൾ കേസിൽ പെടുന്നത് മാത്രമല്ല, ഇഷ്ടംപോലെ കേസുകൾ സംസ്ഥാനത്തിന്റെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരെ എത്രയോ കേസുകൾ നടത്തുന്നുണ്ട്. ഇതിന് മുൻപെടുത്ത കേസുകൾ മുഴുവൻ അവിടെ നടത്തുന്നുണ്ടെന്നേ. അവിടെ പള്ളി ആക്രമിച്ച കേസുകൾ നടത്തുന്നില്ലേ? സഭയ്ക്കെതിരെയും മതപരിവർത്തനം നടത്തി എന്നൊക്കെ പറയാം. എത്രയോ കേസുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു സിസ്റ്റർ കേസ് മാത്രമേ വിചാരിച്ചിരിക്കുന്നത്. സഭയുടെ മുന്നിൽ എണ്ണി നോക്കിയിട്ടില്ല, ആയിരക്കണക്കിന് കേസുകൾ FIR ഇട്ട് വെച്ചിട്ടുണ്ട്. ആ കേസുകളൊന്നും തീർക്കാൻ പോലും സഭയ്ക്ക് നല്ല ധാരണയുണ്ട്. നിങ്ങൾ പറയുകയാണത് ഈ ഒരു കേസിൽ നിന്ന് ഊരിക്കൊണ്ട് വരില്ല മാത്രം സഭയുടെ ലക്ഷ്യം നിങ്ങൾ ചിന്തിക്കേണ്ട. സഭയുടെ മുമ്പിൽ ഈ ഒരു കേസ് ഊരിക്കൊണ്ട് വരില്ല, ആയിരക്കണക്കിന് 10,000-കണക്കിന് പല സംസ്ഥാനങ്ങളും കേസെടുത്തിട്ടുണ്ട്. അതെല്ലാം സഭ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, സഭേൻ്റെ വക്കീലെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം പറഞ്ഞു വരുന്നത് എന്താ അറിയോ, ഇപ്പോൾ സഭ മിണ്ടാതിരിക്കുന്നത് ഈ കേസിൽ നിന്ന് ഊരിക്കൊണ്ട്. അങ്ങനെ ഒരു കേസിൽ നിന്ന് ഊരിൽ മാത്രമല്ല, അങ്ങനെ ഒരു കേസ് മാത്രമല്ല ഉള്ളത്. അങ്ങനെ 10,000-കണക്കിന് കേസുമില്ല, സഭ ഇടപെടുന്നില്ല. ജിമ്മി സാറേ, അറിയില്ലാഞ്ഞിട്ടാണ് ഇന്ന് ഞാനൊരു സഭയുടെ PROട് ചോദിച്ചു, കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളിൽ എത്ര കേസ്? നിരവധി കേസുകളാണ്. ആ നിരവധി കേസുകൾ വിഡ്രോ കേസല്ല. ആ കേസുകളൊക്കെ ഇത് മാത്രം ഊരിയതുകൊണ്ട് രക്ഷപ്പെടുമോ സഭ? അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഒരു വാർത്തയിലേക്ക് ചുരുങ്ങണ്ട. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ വത്തിക്കാനിലെ പ്രസ് കോൺഫറൻസ്, വത്തിക്കാനിലെ പത്രം ഒന്നും എഴുതിയിട്ടില്ല. എന്താ കാരണം? അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളുണ്ട്.
അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന രാജ്യങ്ങളുണ്ട്. പള്ളിയിൽ പോകാൻ പറ്റാത്ത രാജ്യങ്ങളുണ്ട്, പള്ളി കത്തിക്കുന്ന രാജ്യങ്ങളുണ്ട്, ബ്ലോക്ക് പിന്നെ എന്താ അവിടെ ചെറിയ വാർത്തകൾ വരെ അതാണ് പറഞ്ഞത്. ചെറിയ വാർത്തകൾ വരെയുണ്ട്. 2 വർഷം മുമ്പാണെങ്കിൽ ഇന്ത്യയിലെ വാർത്തകളുണ്ട്. എസ്കലേറ്റ് ചെയ്ത് വലുതായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ വാർത്തകളുണ്ട്. വലുതായി കഴിഞ്ഞാൽ വത്തിക്കാൻ ഇടപെടുന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? വത്തിക്കാൻ ഇടപെടില്ല. 2 വർഷമായി ഇന്ത്യയെ സംബന്ധിച്ച ഒരൊറ്റ വാർത്ത കാണിച്ച നിങ്ങൾ ഈ 2 വർഷമായിട്ട് നിങ്ങൾ എന്താ ചർച്ച നടത്തിയ? കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്ത് ചർച്ച ചെയ്തത്? വത്തിക്കാന്റെ കാര്യം 2 വർഷമായിട്ട് ഇന്ത്യയിലെ ഞാൻ പറയുന്നത് 2 വർഷമായിട്ട് പോളണ്ടിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഒരു പ്രശ്നത്തെ വലുതാക്കാൻ ഇപ്പൊ വത്തിക്കാൻ ഇടപെട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ പുറത്ത് നിന്ന് ഇന്ത്യയിലേക്ക് നോക്കുന്ന സമയത്ത് എന്തറിയോ, 98% ഒരു ഭാഗവും 2% ഒരു ഭാഗമാണ്. അല്ല, ഇന്ത്യക്ക് പുറത്ത് വെക്കുമ്പോ അല്ലാതെ ഇന്ത്യയുടെ പുറത്ത് വെക്കുമ്പോ അതാ അവര് അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ പ്രശ്നമാണെന്ന് വാർത്ത കൊടുത്ത് വലിയ സംവിധാനമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വലിയ സംവിധാനമായി കഴിഞ്ഞു. ഇന്ത്യ മുഴുവൻ ചർച്ച ഇന്ത്യ ചർച്ച ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ ഈ പ്രശ്നമില്ല എന്നല്ലല്ലോ. ഇന്ത്യയിൽ ഈ പ്രശ്നമുണ്ട്, ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രാപ്തിയുള്ള സമൂഹമാണ് ഇവിടെയുള്ളത്. ആ പ്രാപ്തിയുള്ള സഭാ സമൂഹമായതുകൊണ്ടാണ് ഇവിടെയുള്ള MP-മാരും MLA-മാരെല്ലാം ചൂട്ടുമെടുത്ത് നേരെ അങ്ങോട്ട് പോയത്. അല്ലാതെ ഇവർക്ക് ക്രിസ്ത്യാനിക്ക് കഴിവില്ലായിരുന്നെങ്കിൽ ഇവിടെയുള്ള ഒരു MP ഒരു MLA പോകില്ല. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞു പാസ്റ്റർക്ക് എന്താ പോവാത്തത്? പാസ്റ്റർക്ക് പോവാത്തത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്, ആ സംവിധാനം നിൽക്കാത്തതുകൊണ്ടാണ്. പറയട്ടെ, ക്രിസ്ത്യാനിയല്ല, അത് വേറെ ക്രിസ്ത്യാനിയാണ്. മതപരിവർത്തനം ഒരു മിനിറ്റ് പറയട്ടെ. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? മതപരിവർത്തനം നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കും, ഇന്ത്യയിൽ മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ടോ എന്നല്ല ചോദിക്കാൻ പോകുന്നത്. മതപരിവർത്തനം നിരോധിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്താണ്, നമ്മളല്ല. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ചില നിങ്ങൾ ആതുര സേവനം നടത്തുന്ന കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്ന നേഴ്സുമാരെ പിടിച്ചിടുന്നതും പോയിട്ട് പിന്നെന്താണ് ഓരോ വീട്ടിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് അവിടുത്തെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ എല്ലാം ക്രിസ്ത്യാനികളാക്കുന്നതും തമ്മിൽ രണ്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അവിടെ കമ്പയർ ചെയ്യേണ്ടത് എന്താണ്? അവിടെ കമ്പയർ ചെയ്യേണ്ടത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. അങ്ങനെയാണ് ലോകം മുഴുവൻ ഉണ്ടായത്. അങ്ങനെയാണ് ഹിന്ദുക്കൾ ഉണ്ടായത്, അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഉണ്ടായത്, അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത്. അതിന് ന്യായം പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ അങ്ങനെ ഉണ്ടായത്. ലോകത്തെ ഏറ്റവും വലിയ മതം ഏതാ? ലോകത്തെ ഏറ്റവും വലിയ മതം ഏതാ? അത് ക്രിസ്ത്യാനി മതമല്ലേ? ആ ക്രിസ്തു മതമാണല്ലോ. ആ ക്രിസ്തു മതം ഉണ്ടായത് എങ്ങനെയാ? ഉണ്ടായതിന് മുന്നേ അല്ലല്ലോ, ക്രിസ്തുവിന്റെ ശേഷമല്ലേ? അങ്ങനെ തന്നെയാണ് ലോകത്ത് മുഴുവൻ ഓരോ മതങ്ങളും ഉണ്ടായത്. അത് കേരളം ഇന്ത്യയിൽ മാത്രമാണ് വരുത്തി തീർക്കാൻ പാടില്ല. അപ്പൊ ഇവിടുത്തെ ഹിന്ദുക്കൾ മാത്രം മതം മാറ്റിയതല്ല. ചോദ്യം, മതപരിവർത്തനം താങ്കളെ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല, മതപരിവർത്തനം എന്ന് പറയും, നമ്മുടെ രാജ്യത്ത് മതപരിവർത്തനം നടത്തുന്നവരെ പിടിച്ചിട്ട് നിങ്ങൾ അതിന് പറഞ്ഞോളൂ. മതപരിവർത്തനം നടത്താത്ത സഭകളെയും മതപരിവർത്തനം നടത്താത്ത ആൾക്കാരെയും പിടിച്ചിട്ട് നിങ്ങൾ മതപരിവർത്തനം നടത്തുവാൻ സമ്മതിക്കാൻ പറ്റില്ല. മതപരിവർത്തനം നടത്തുന്നുണ്ടെന്നാണ് അതാണ് എടുത്തത്. അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതം ഒഴിഞ്ഞു വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുഷ്ഠരോഗികളെ രക്ഷ അവരെ നിങ്ങൾ മതപരിവർത്തനത്തിന്റെ കേസ് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കും. അതിനുശേഷിയുള്ള സംവിധാനങ്ങൾ ഈ സഭയ്ക്കുണ്ടെന്ന്. അവിടുന്ന് റോമിന്ന് വരേണ്ട ഗതികേടൊന്നുമില്ല. പിന്നെ അടുത്തത് എന്താ പറയാൻ പോകുന്നത്? അടുത്ത ജിമ്മി സാർ പറഞ്ഞ കാര്യം പറഞ്ഞുതരാം. ഇവിടെ സഭയ്ക്കുള്ളിൽ തർക്കമുണ്ട്, അത് സഭയ്ക്കുള്ളിലാണെന്ന്. സഭയ്ക്കുള്ളിൽ നിങ്ങൾ കന്യാസ്ത്രീയെ പിടിച്ച് അവിടെ ജയിലിലിട്ട സമയത്ത് ഇവിടുത്തെ തർക്കം പറഞ്ഞിട്ട് രണ്ടാൾ മാറിയുന്നില്ലല്ലോ. മാറിയുന്നുണ്ടോ? എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതികരിച്ചു. അത് സഭയ്ക്കുള്ളിലുള്ള പ്രശ്നം. അത് നിങ്ങൾ ഇപ്പൊ സഭയ്ക്കുള്ളിൽ തർക്കം ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. സഭയ്ക്കുള്ളിലെ തർക്കം വേറെ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ കാര്യത്തിലില്ല. അല്ല, ഇപ്പൊ നിങ്ങൾ ഈ കാര്യത്തിൽ വേറെ വിഷയം, ഈ കാര്യത്തിലൊക്കെ ഉണ്ട്, തർക്കമൊക്കെ ഉണ്ട്. തർക്കം ഉണ്ടായിരുന്നോ? എങ്ങനെ പ്രതികരിക്കണമെന്നല്ല, എങ്ങനെ പ്രതികരിക്കുന്ന പറയുന്നത് ഒരു പ്രശ്നം ഒറ്റയടിക്ക് ഉണ്ടായ ഒരു സമയത്ത് പല ആൾക്കാർ നമ്മുടെ വിഷയം മതപരിവർത്തനത്തെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ല? മതപരിവർത്തനം അനുകൂലിക്കും. ഞാൻ പറഞ്ഞ മതപരിവർത്തനം നടത്താത്തവരെ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞിട്ട് ജയിലിടുന്ന സംവിധാനത്തിൽ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മതപരിവർത്തനം നടത്തവരെ പിടിച്ച് ജയിലിട്ടോന്ന് അതിന് ആരെ കുത്തിയിട്ട് അത് നിങ്ങൾക്ക് ആ സംസ്ഥാനത്ത് അങ്ങനെ മതപരിവർത്തനത്തിനെതിരെ നിയമം ഉണ്ടെങ്കിൽ അതിനെതിരെ കേസ്. പക്ഷേ ഇല്ലാത്ത ആൾക്കാരെ പിടിച്ച് ഉണ്ടെന്ന് പറഞ്ഞ് ജയിലിലിട്ടിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് ന്യായീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല.
മനസ്സിലായില്ലേ? ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ റോമൻ കത്തോലിക്കർ, ഈ പറഞ്ഞ സിസ്റ്റേഴ്സ്, ഇവർ മതപരിവർത്തനം നടത്തിയെന്ന് ജിമ്മി ജെയിംസിന് പറയാൻ പറ്റുമോ? ഓ തീർച്ചയായും. എന്ത് പറയും? തീർച്ചയായും. എന്ത് പരിവർത്തനം? ഇന്ത്യയിലെ പല അല്ല, സ്ഥലങ്ങളിലും ഇന്ത്യയിലെ ഇപ്പൊ ഇതിനെ സ്പെസിഫൈ ചെയ്ത് പറയാം. നിങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലത്ത് കേരളത്തിലോ? ഇത് ഈ സിസ്റ്റേഴ്സ്, പറയുന്ന മൂന്ന് ഈ കന്യകളുടെ രണ്ടുപേര് ഈ സിസ്റ്റേഴ്സ് ജയിലിൽ ഇല്ല. അപ്പൊ പിന്നെ എന്തിനാ ജയിലിൽ? നമ്മുടെ വിഷയം വേറെയല്ലേ? അല്ല, അങ്ങനെയല്ല, നമ്മളിത് ചർച്ച ചെയ്യുന്നത് എന്താ? അങ്ങനെയല്ല ചർച്ച ചെയ്ത് നമ്മളിത് ഇതാണ് ചർച്ച ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നത്. ഇതാണ് ഇത് നമ്മൾ ചർച്ച ചെയ്ത കോൺടെസ്റ്റ്. വിഷയം. ഈ സിസ്റ്റേഴ്സിനെ ജയിലിട്ട കാര്യമാണ് ഇവിടെ കോൺടെസ്റ്റ്. ഈ കാര്യത്തിൽ ജാമ്യത്തിന് ശേഷം തർക്കമുണ്ടോ? അത് മാത്രമേ നമുക്ക് സഭയിൽ ഭിന്നസ്വരമുണ്ടോ? ഈ അല്ല, ജാമ്യ സഭയിൽ ശുശ്രൂഷ. ഞാനതാണ് പറയുന്നത്. സഭയിൽ ഭിന്നസ്വരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ കോൺടെസ്റ്റിൽ എടുത്തിട്ട് സഭയിൽ ഭിന്നസ്വരം ഉണ്ടോ? സഭയിൽ ഭിന്നസ്വരം ഇല്ലാന്ന്. ശരി. ഈ കോൺടെസ്റ്റ് എടുത്ത് മുന്നിൽ വെച്ചോണ്ട് ഭിന്നസ്വരം നിങ്ങൾ ഇല്ല. ലോകത്ത് കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യും. നിങ്ങൾ എന്താണ് വത്തിക്കാനിലേക്ക് പോകും, നിങ്ങൾ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലേക്ക് പോകും, നിങ്ങൾ പിന്നെ എന്താണ് പന്തക്കോസ്റ്റ് പാസ്റ്ററുടെ പേരിലുള്ള കേസിനെ കുറിച്ച് പറയും. എന്നിട്ട് ചോദിക്കുകയാണ് സഭയിൽ പിന്നെ ഭിന്നസ്വരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സംവിധാനത്തിന് മറുപടി പറയാനല്ല. ഈ കോൺടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ പെന്തക്കോസ്തുമായി സിസ്റ്റേഴ്സ് ജയിലുമായി ബന്ധപ്പെട്ട് സഭയിൽ ഭിന്നസ്വരം ഉണ്ടോ സ്പെസിഫൈ ചോദിക്കുക. അങ്ങനെ ചോദ്യം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് ചോദ്യം. ഒരു വശത്തെ ഇടയലേഖനം എഴുതുന്നു, ഒരു വശത്തെ പാമ്പ്ലാനിയുടേത് വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നു. അത് ക്രിസ്ത്യാനിയെ കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഒരു രൂപതാധ്യക്ഷന് ആ രൂപതാധ്യക്ഷന്റെ കീഴിലുള്ള പിന്നെ എന്താണ് അവരുടെ കീഴിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഒരു ഇടയലേഖനം എഴുതുന്ന ആ അധ്യക്ഷന്റെ കീഴിലുള്ള തീരുമാനമാണ്. അത് സഭയുടെ മുന്നോട്ട് തീരുമാനമല്ല. ഇപ്പം ഞാൻ മാനന്തവാടി രൂപതയിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ യാവതിൽ അവിടുത്തെ പിതാവ് പിന്നെ നമുക്ക് ഇടയിൽ എഴുതാണ്ട് ആ രൂപതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തലസ്ഥാനത്തേക്ക് എല്ലാ സഭയിൽപ്പെട്ടവരും നിങ്ങൾ എതിർ സ്വരം ഉണ്ടെന്ന് പിതാവില്ലേ? നിങ്ങൾ എതിർ സ്വരം ഉണ്ടെന്ന് പറഞ്ഞ പിതാവില്ലേ? ആ പിതാവ് എന്താ പറഞ്ഞത്? കത്തോലിക്ക സഭയുടെ പിന്നെ അഭിപ്രായം ഇതാണ്. ഇപ്പോൾ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടില്ലേ? CPC അതിൻ്റെ പിന്നെ അഭിപ്രായം അതിൻ്റെ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ അഭിപ്രായമാണ്, അത് മറ്റേ പിതാവിന്റെ അഭിപ്രായമാണ്. ആ ഭിന്നസ്വരം ഇല്ല. ഞാനത് പറയണേ, അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ എല്ലാം ആ പിതാവ് അങ്ങനെ പറഞ്ഞോണം, ഈ പിതാവ് ഇങ്ങനെ പറഞ്ഞോണം, എല്ലാവരും BJPക്ക് എതിരെ പറഞ്ഞോണം എന്ന് പറയാൻ പറ്റില്ല. ഭിന്നസ്വരമാണോ എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം. പറയേണ്ടത് എന്താണെന്ന് സഭ അങ്ങ് തീരുമാനിക്കട്ടെ. അങ്ങനെ വ്യക്തമായി തെളിഞ്ഞങ്ങ് വരട്ടെ. അതിൽ ഒറ്റ ശബ്ദമാണോ എന്ന് മാത്രമേ സംശയം. ഒറ്റ ശബ്ദം. നിങ്ങൾ ഈ സിസ്റ്റേഴ്സിന്റെ കേരളത്തിന്റെ എല്ലാ സഭാപിതാക്കന്മാരും എല്ലാ ആർച്ച് ബിഷപ്പുമാരും എല്ലാ PROമാരും ഒറ്റ ശബ്ദത്തോട് പറഞ്ഞത് ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ്, ഇത് നടപ്പിലാക്കാൻ പറ്റില്ല, ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല, ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കേസ് അവിടെ നിൽക്കുക. അതിനേക്കാൾ കൂടുതൽ കേസുണ്ട്. അത് മൊത്തം കൂരണമെന്നേ. ഈ ഒരു കേസ് മാത്രം മൊത്തമായിട്ട് എടുക്കാം. സഭയിൽ ഭിന്നസ്വരം സൗണ്ട് ബൈറ്റ്സ് ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭിന്നസ്വരം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്ന് ഒരേ ഒരു രൂപതയാണ്. ഞാൻ കരുതിയത് അതിരൂപതകളെല്ലാം ചേർന്ന് ഇന്ന് ഇടയലേഖനം കേരളത്തിലെ എല്ലാ പള്ളികളിലും, കാരണം കഴിഞ്ഞ ദിവസം മുതൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ഹൈപ്പ് അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാ രൂപതകളിലും ആൻഡ്രോ സാറിന്റെ രൂപതയിലടക്കം ഇന്ന് ഇടയലേഖനമൊക്കെ വായിച്ച ഇടയലേഖനത്തിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ആൻഡ്രോ സാർ വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്ന് മാത്രമാണ് ഇടയലേഖനം ഉണ്ടായത്. നേരത്തെ തന്നെ ഇടയലേഖനം ഇന്ന് ഇറങ്ങും എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ ചർച്ചകളിലൂടെ വലിയ പ്രഘോഷങ്ങളിലൂടെയൊക്കെ കൊണ്ടുവന്നിരുന്നത് സഭ മുഴുവൻ ഇതാ തിരിഞ്ഞിരിക്കുന്നു, സഭ മുഴുവൻ താക്കോല് നിങ്ങളുടെ സഭ മുഴുവൻ അതായത് താക്കോൽ അല്ലല്ല ആൻഡ്രോ സാറേ, വീട്ടിലിരിക്കുന്നവർക്ക് താക്കോലിനെയും താക്കോലിട്ട് പൂട്ടുന്നിടത്തെയും പേടിക്കേണ്ട കാര്യമില്ല. കള്ളത്തരം കാണിച്ചാൽ മാത്രം പേടിച്ചാൽ മതി. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. സഭയിൽ ഭിന്നസ്വരമോ എന്നതാണല്ലോ ചോദ്യം. അപ്പോൾ ഇവിടെ സഭയിൽ ഭിന്നസ്വരം ഉണ്ടെന്നുള്ളത് ഈ ഒരു ഇടത്ത് മാത്രം, ഇരിങ്ങാലക്കുട രൂപതയിൽ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് ഇടയലേഖനത്തിന്റെ പേരിൽ. പിന്നെ അതുപോലെ തന്നെ പ്രതികരണവും വരുന്നു. ഒന്ന് ഒളിഞ്ഞ് പാമ്പ്ലാനി പിതാവിനെ ഒന്ന് വിമർശിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ പാമ്പ്ലാനി പിതാവ് പറയാനുള്ള കാര്യം നല്ല വൃത്തിയായി വെടിപ്പായി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നും എങ്ങനെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതെന്നുള്ളതും സഭയിൽ എല്ലാവർക്കും മനസ്സിലായതാണ്. ഞാൻ ഇന്നലെയും ഈ പ്രതിഷേധത്തെക്കുറിച്ച് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും ഒക്കെ ഉയർത്തുന്ന വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രകടനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു സഭയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, സഭയ്ക്കറിയാം എന്താണ് നടന്നതെന്ന്. കാരണം സഭ ആരെയാണ് ബന്ധപ്പെട്ടതെന്ന് സഭാപിതാക്കന്മാർക്കറിയാം, പിതാക്കന്മാരുമായി നേരിട്ട്
നേരിട്ട് സംസാരിച്ചവർ ആരൊക്കെയാണെന്നുള്ളത് അവർക്കും അറിയാം. അപ്പോൾ പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് ആരൊക്കെയായിട്ടാണ് സഭാപിതാക്കന്മാർ ബന്ധമുള്ളത്, സംസാരിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിലേക്ക് എത്തിയത് എന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നല്ല ധാരണയുണ്ട്. നിങ്ങളെ പോലെ തെറ്റിദ്ധാരണയല്ല, കോടതിക്ക് അങ്ങനെയല്ല. താങ്കൾ കൂടി അംഗമായ സഭയുടെ പിതാക്കന്മാരെ അങ്ങനെ പറയരുത്. അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. സിറോ മലബാർ സഭയിലെ അല്ല, ഇവിടെ 2-3 ആൾക്കാർ വിചാരിച്ചാൽ പിടിച്ച് അകത്തിടാനും ഇറക്കി വിടാനും പറ്റുന്നുള്ള നല്ല ധാരണയുണ്ട്. അത് കേരളത്തിലായിരിക്കും താങ്കൾ പറഞ്ഞത്. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും രജിസ്റ്റർ ആളിറങ്ങി വരുന്നുണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ. അത് കൃത്യമായി നിയമപരമായ നടപടികളിലൂടെയാണ് കടന്നുപോയത്. താങ്കൾ കാടടച്ച് വെടിവെക്കാൻ ശ്രമിച്ചാലും കൃത്യമായി സഭയ്ക്കും സഭാപിതാക്കന്മാർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർ റാഫേൽ തട്ടിലിന്റെയും മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും ഒക്കെ പക്വതയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ, അത് ഇന്നലത്തോടുകൂടി ആ പ്രതികരണങ്ങൾ അവസാനിച്ചതേ. ജാമ്യം ലഭിച്ചു, കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയ കേസ് ഇനിയും അവസാനിക്കാനുണ്ട്. അത് നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകും. അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നത് തെളിവുകളായി പുറത്തേക്ക് വരുമ്പോൾ അവർക്കൊപ്പമാണ് നിൽക്കുന്നത്. സംസ്ഥാന BJP ആദ്യ ഘട്ടം മുതൽ തന്നെ വ്യക്തമാക്കിയതാണ്. രാജീവ് ചന്ദ്രശേഖർ ഇന്നലെയും മിനിഞ്ഞാന്നും ഒന്നുമല്ല, റോജി എം ജോണിനെ പോലെ അവിടെ ചെന്ന് നിന്നും ഒന്നുമല്ല പറഞ്ഞത്. കൃത്യമായി ആദ്യ ഘട്ടം മുതൽ തന്നെ എടുത്തിട്ടുള്ള നിലപാടാണ്. അതിന് അദ്ദേഹത്തിന് BJPയിൽ നിന്ന് അത് കോടതിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് സുജയ പാർവതിക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ. BJPക്കാർ പറഞ്ഞു എന്നുള്ളത് അവരോട് പോയി ചോദിക്കണം സാർ. സുജയ പാർവതിയുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഞാൻ കോട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് ആണ്, റിപ്പോർട്ടർ അടക്കം. അതെ, കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല. അത് കന്യാസ്ത്രീകളെ അവർക്കെതിരെ പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്. പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്. അതിന്മേൽ അവിടെ നടപടി എടുക്കേണ്ടത് ഛത്തീസ്ഗഡ് പോലീസാണ്. അതും സുജയ പാർവതിക്ക് ഇവിടെ പറയാൻ കഴിയില്ല. സംസ്ഥാന അധ്യക്ഷന് പിടിപാടുണ്ടോ എന്നുള്ളതല്ലോ സാറേ. നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. അല്ലാതെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ കേസെടുക്കാനും വേണ്ടെന്ന് പറയുമ്പോഴേക്കും കേസ് ഊരാനും ചെയ്യുന്ന ഒരു കേരളമല്ലല്ലോ, റിപ്പബ്ലിക് ഓഫ് കേരളമല്ല. അത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ നിയമവ്യവസ്ഥ സംസ്ഥാനമാണ്. ആര് പറഞ്ഞു ഇടാറില്ല എന്ന്? സാറത് പറയരുത്. കൃത്യമായിട്ട് തന്നെ അച്ഛന്മാരെ സിസ്റ്റർമാരെ ഒന്നുമല്ലല്ലോ. ഇവിടെ എത്രയോ നിരപരാധികളെ കേസിൽ കൊടുക്കുന്നുണ്ട്. നിരപരാധികളെ കേസിൽ കൊടുക്കുന്നില്ലേ? ഇല്ലെന്ന് സാറിന് പറയാൻ പറ്റുമോ? നിരപരാധികളെ കേസിൽ കൊടുക്കുന്നില്ലേ? സിസ്റ്റർമാരും അച്ഛന്മാരും എന്ന് പറയുന്നത് പൗരന്മാരാണ്, ഇന്ത്യയിലെ പൗരന്മാരാണ്. അവരും വോട്ടവകാശമുള്ള പൗരന്മാരാണ്. അതെ, എല്ലാ പൗരനും ഇന്ത്യയിൽ നിയമം ഒരുപോലെയാണ്. അല്ലാതെ സന്യാസിക്കൊരു നിയമം, പാസ്റ്റർക്കൊരു നിയമം, കന്യാസ്ത്രീക്കൊരു നിയമം, പള്ളിയിലച്ഛനൊരു നിയമം, അങ്ങനെയല്ല. എല്ലാവർക്കും ഒരേ നിയമമാണ്. നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്താൻ നോക്കേണ്ട. ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇനി നമുക്ക് സഭയിലേക്ക് വരാം. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എക്ലേസിയ, മൂലഭാഷയിൽ അങ്ങനെയാണ് സഭ എന്നുള്ളതിന് പറയുന്നത്. അപ്പോൾ സഭ എന്നുള്ളതിന്റെ അർത്ഥം വിളിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നാണ്. അതിൽ ചെറുതോ വലുതോ ഇല്ല. താങ്കൾ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ പാസ്റ്ററുടെ കേസ് വേറെ, ഈ കേസ് വേറെ എന്നൊക്കെ പറഞ്ഞു. സഭ എന്നാൽ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അതിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ഞാൻ കൊരിന്ത്യൻസ് ആണ് പറയുന്നത്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പോൾ അതിൽ അന്ന് ഈ വചനത്തിൽ തന്നെ പറയുന്നത് യഹൂദന്മാരോ യവനരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. അപ്പോൾ സഭയെന്ന് പറയുന്നത് ഏക ശരീരമാണ്. എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്നുണ്ടെങ്കിൽ അതിലെല്ലാവർക്കും ഒരേ നീതിയാണ്, ഒരേ നിയമമാണ്, ഒരേ രീതിയിലാണ് അവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ പോകുന്ന ഒരു സഭ, ആ സഭയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളിലേക്ക് ഞാൻ എന്തായാലും പോകില്ല, നിങ്ങളൊക്കെ എത്ര പ്രകോപിപ്പിച്ചാലും. ഇവിടെ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ സംഭവിച്ചതാണ്. 9 ദിവസമാണ് ആ 2 കന്യാസ്ത്രീകൾ 55ഉം 53 വയസ്സും പ്രായമുള്ള സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ജയിലിൽ കിടന്നത്. അപ്പോൾ ദുർഗിലെ ജയിലിൽ അവർ കിടക്കുമ്പോൾ സിറോ മലബാർ സഭയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കുർബാന തർക്കമടക്കം, ഏകീകൃത കുർബാന, ജനാഭിമുഖം അല്ലെങ്കിൽ അൾത്താരാഭിമുഖം, ഏത് കുർബാന വേണം എന്നതിൽ തർക്കത്തിൽ കഴിയുന്ന സിറോ മലബാർ സഭയടക്കം ആ വിഷയത്തിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് അവരൊന്നിച്ചാണ് ആവശ്യപ്പെട്ടത്. ഈ കന്യാസ്ത്രീകളുടെ മോചനം, അവരുടെ ജാമ്യം അത് ഉടൻ തന്നെ നടപ്പാകണം എന്നുള്ളത് ഒരേ സ്വരത്തിലാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ രൂപതകൾ അങ്ങനെ ഒന്നിച്ചു നിന്നതിന് ശേഷം അവരുടെ കൃത്യമായ നിലപാടെന്ന് പറയുന്നത് സഭയ്ക്ക് രാഷ്ട്രീയമില്ല എന്നതാണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് വോട്ട് ചെയ്യാറുണ്ട്. അത് BJPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, കുറച്ചു പേരെങ്കിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരും ഉണ്ടാകാം. അപ്പോൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിലപാടില്ല എന്ന് സഭ ഈ വിഷയത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചതാരാണ്? ഇതിലൂടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് മുതലെടുപ്പ് നടത്താൻ തൃശ്ശൂരിലടക്കം തങ്ങളിൽ നിന്ന് അകന്നുപോയ വോട്ട് തിരികെ കൊണ്ടുവരുന്നതിനായി ശ്രമം നടത്തിയത് ആരെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചത്? അവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളായ MP-മാരെ MLA-മാരെ ഒക്കെ കൃത്യമായി നിയോഗിക്കുകയാണ്. അതായത് രാഷ്ട്രീയ പ്രേഷിത പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ആ രീതിയിലാണ് പറയട്ടെ അല്ല, നിങ്ങൾ അത് പറയുമ്പോൾ ഇത് കാണാതെ പോകരുത്. അതായത് അല്ല പറയട്ടെ അതിലേക്കാണ് ഞാൻ വരുന്നത്. BJP എന്ന് പറയുന്നത് ഹിന്ദു പാർട്ടിയാണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ക്രിസ്ത്യാനിയായ ആന്റണി. അപ്പോൾ സഭയുടെ ബുദ്ധിമുട്ടുകൾ അത് കേൾക്കുമ്പോൾ
കൃത്യമായി മനസ്സിലാക്കാൻ പറയട്ടെ ക്രിസ്ത്യൻ സഭയ്ക്ക് പറയട്ടെ. വേണ്ടിയിട്ടാണ് രണ്ടുപേരെ ക്രിസ്ത്യൻ സഭയ്ക്ക് വേണ്ടിയെന്നല്ല, എല്ലാവർക്കും പങ്കാളിത്തപ്പെടുന്ന എല്ലാവരുടേതുമാണ് BJP. അതുകൊണ്ടാണ് എല്ലാവരുടേതുമാണ്, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പൂർത്തിയാക്കട്ടെ. എന്നെ തടസ്സപ്പെടുത്തിയാൽ മാഡമാണ് മോഡറേറ്റർ. ഇവരുടെ തടസ്സപ്പെടുത്തലുകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ നിർത്തില്ല. നിങ്ങൾ ജിമ്മി ജെയിംസ് അങ്ങ് BJP സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ ഉറപ്പായും അങ്ങേക്ക് അത് തീരുമാനിക്കാം. പക്ഷേ ഇപ്പോ രാജീവ് ചന്ദ്രശേഖറായി പോയി കേട്ടോ. അപ്പൊ ഞാൻ ശരി, കോൺഗ്രസിനെ പറയുമ്പോൾ താങ്കൾ ഇങ്ങനെ വിഷമിക്കാതെ. അല്ല, താങ്കൾക്കാണിപ്പോൾ വിഷമം വന്നത്. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ അസഹിഷ്ണുതയാണ് സഭാപിതാക്കന്മാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സഭയുടെ ഒഴുക്കുന്നവർ സഭയുടെ പേരിൽ അല്ല, സഭയോടുള്ള എന്റെ സമീപനം എന്താണ്? സ്മൃതി മാഡം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പറയുന്നത് ഞാൻ ഉണ്ടായിരിക്കാം. സഭയുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരെ പോലെയല്ല, വിഷയങ്ങൾ വരുമ്പോഴേക്കും അവർക്കൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നവരെ പോലെയല്ല. എന്റെ നിലപാട് സഭയോടുള്ളത് വളരെ സ്ട്രെയിറ്റ് ആണ്. ഇതിൽ സഭയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അതിനിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ അത് അങ്ങനെയല്ലേ, BJP നിങ്ങളെ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ മറിച്ചും തിരിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ മാർ റാഫേൽ തട്ടിലടക്കം കൊടുത്ത മറുപടി എന്താണ് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വളരെ ക്ലിയറായി നിൽക്കുന്നുണ്ട്. AK ബാലന്റെ ഭാഷയിൽ ക്രിസ്റ്റൽ ക്ലിയറായി തന്നെ നിൽക്കുന്നുണ്ട്. CBCA പ്രസിഡന്റാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഈ കന്യാസ്ത്രീകളുടെ ജാമ്യം ലഭിച്ചതിന് ശേഷം ഇന്ന് ഏതെങ്കിലും സമരത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് കണ്ടോ? പല രീതിയിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. ഇന്നൊരു പ്രതികരണം BJPക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ കൊണ്ടുവരാൻ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അതുണ്ടാകില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന് അതിനകത്തെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നുള്ളത് മനസ്സിലായി, കുത്തിത്തിരിപ്പുകാരെയും മനസ്സിലായി. അതുപോലെ തന്നെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞത് എന്താണ്? പിതാവ് പറഞ്ഞതും കേന്ദ്ര സർക്കാരിന് നന്ദി എന്ന വാചകം ചേർത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടി. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ കോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്തു കാട്ടുന്നത് ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രതിഷേധം കണ്ടില്ലേ, ഇരിങ്ങാലക്കുട രൂപതയുടെ ഇടയലേഖനം കണ്ടില്ലേ. പക്ഷേ ഇവിടെ കൃത്യമായ നിലപാടെടുക്കുന്ന CBCയെയും അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പുമാരെയും ഒന്നും കാണാതെ പോവുകയും ചെയ്യും. മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞതിനെ ഇകഴ്ത്തിക്കാട്ടുന്നതിന് വേണ്ടി ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പിന്റെ പ്രതികരണത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ആ ഒരു സെലക്ടീവ് പൊളിറ്റിക്സ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ സഭ സഹായം അഭ്യർത്ഥിച്ചു. അത് BJPയോടും കേന്ദ്ര സർക്കാരിനോടുമാണ്. കാരണം ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഒരു കേസിൽ കൃത്യമായി ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ്, അത് നിയമപരമായി തന്നെയാണ് ഇടപെട്ടിരിക്കുന്നത്. അവിടെ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ജാമ്യത്തെ എതിർക്കരുത്, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കണം എന്നുള്ള ഒരു സന്ദേശം പോയിട്ടുണ്ട്. അല്ലാതെ അവിടെ അറസ്റ്റ് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, ഇതെല്ലാം BJP ചെയ്യുന്നു എന്നുള്ളത് അതൊരു നറേറ്റീവ് മാത്രമാണ്. കാരണം ഛത്തീസ്ഗഡിൽ, ഞാൻ പൂർത്തിയാക്കട്ടെ, ശരിയല്ല, ഛത്തീസ്ഗഡിൽ 2013 നിലവിൽ വന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് രജിസ്ട്രേഷൻ ആക്ട്. അതനുസരിച്ചുകൊണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പോലും തൊഴിലിനായി, പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആക്ട് അനുസരിച്ചാണ്. അപ്പോൾ തൊഴിലിനായി പോലും മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് സർക്കാർ പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്യണം. ഞാൻ കഴിഞ്ഞ ഘട്ടങ്ങളിലും ആ ചർച്ചയിൽ ഇത് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ജില്ലാ ജയിലാണ്. താങ്കൾ ഇങ്ങനെയുള്ള ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ ഞാൻ പറയട്ടെ, ജില്ലയ്ക്ക് അല്ലല്ല, അവിടെ കൃത്യമായ നിയമമുണ്ട്. കാരണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ഗോത്ര വിഭാഗത്തിൽ 2013 നിയമമാണ്. പിന്നെ ഒരുപാട് സംസ്ഥാനങ്ങളൊന്നും കോൺഗ്രസ് ഭരിക്കാത്തത് കൊണ്ട് മാറ്റങ്ങൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ശരി, ഈ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകുന്ന രേഖകൾ ഈ കന്യാസ്ത്രീകളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ വ്യക്തത തേടേണ്ടി വന്നത്. ഈ കേസ് ഇപ്പോഴും ഓൺഗോയിങ് കേസ് തന്നെയാണ്, അല്ലാതെ ഈ കേസ് ക്വാഷ് ചെയ്തിട്ടൊന്നുമില്ല. ആ കേസ് അവിടെ നിലനിൽക്കുകയാണ്. ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞു വന്ന രണ്ടുപേരും പറഞ്ഞു വന്ന കാര്യം എന്നെ തടസ്സപ്പെടുത്തിയതിന്റെ സമയം കൂടി ഞാൻ എടുക്കുകയാണ്. ഐഡിയോളജിക്കൽ സ്പ്ലിറ്റ് ഉണ്ടോ എന്നാണ്. അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ സ്പ്ലിറ്റ് സഭയ്ക്കുള്ളിൽ വരില്ല ഈ വിഷയത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കൃത്യമായി അവർക്കറിയാം, അവരെടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷനും ഒക്കെ നമ്മൾ പലതവണ കണ്ടതാണ്. കാരണം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഒരു മോണോപോളി ആയിരുന്നല്ലോ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ. ആ മോണോപോളി നഷ്ടമായതിന്റെ ഒരു വിഷമമാണ് നമ്മൾ ജോസ് കെ മാണിയിലൂടെയും അതുപോലെ മറ്റു നേതാക്കളിലൂടെയും ഒക്കെ കൃത്യമായി കണ്ടത്. ആ ഒരു മോണോപോളി ഇന്നിപ്പോൾ ഇല്ല. കാരണം സഭയ്ക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. കാരണം കേന്ദ്രത്തിൽ 3-ാം ഊഴം നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞു. തുടർച്ചയായ 3-ാം ഊഴം ഭരിക്കുകയാണ്. അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടികളുമായി ചേർന്ന് പോകുന്ന ഒരു രീതിയുണ്ട് സഭയ്ക്ക് മാത്രമല്ല വിവിധ സമുദായങ്ങൾക്ക്. അതാണ് ഞാൻ അടക്കം ഉൾപ്പെടുന്ന സമുദായങ്ങൾക്കടക്കം അങ്ങനെയാണ്. അധികാരത്തിൽ ഇരിക്കുന്നവരുമായി ചേർന്ന് പോകുന്ന ഒരു രീതി കേരളത്തിലെ സഭാ നേതൃത്വങ്ങൾക്ക്, സമുദായ
നേതൃത്വങ്ങൾക്കുണ്ട്. എല്ലാ സമുദായങ്ങൾക്കൊന്നുമില്ല. ശരി, ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും സഭയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഇതാണ്. അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി അടക്കം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ക്രിസ്ത്യാനികളുടെ വോട്ട് കൂടി കൊണ്ട് തന്നെയാണ്. അത് നമ്മൾ കണ്ട യാഥാർത്ഥ്യമാണ്. അപ്പോൾ കോൺഗ്രസ് ഭരണകാലത്ത് മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ലേ? നടന്നിട്ടുള്ളത് കൊണ്ടാണല്ലോ ഈ മതപരിവർത്തന നിരോധന നിയമം അവർക്ക് കൊണ്ടുവരേണ്ടി വന്നത്. 1967 ഒഡീഷയിൽ, 1968 മധ്യപ്രദേശിൽ, 1978 അരുണാചൽ പ്രദേശിൽ. അന്ന് BJP ഇല്ല. ഛത്തീസ്ഗഡിൽ 2006 നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ല. 1967 BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, പറയട്ടെ, സ്വതന്ത്ര പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന രാജേന്ദ്ര നാരായൺ സിംഗ് ദിയോ സർക്കാരാണ് മതപരിവർത്തന നിരോധന നിയമം പാസാക്കിയത്. അതായത് കോൺഗ്രസ് തുടങ്ങി എന്നുള്ള നരേഷൻ തെറ്റാണ്. ശരി, മധ്യപ്രദേശിൽ അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ഉണ്ടാകുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണെന്നുള്ളത് മാഡത്തിന് നല്ല ബോധ്യമുണ്ടല്ലോ. ആ ഛത്തീസ്ഗഡിലേക്ക് ഈ നിയമം കൊണ്ടുവരുന്നത് ഈ മതപരിവർത്തനം 1968 മതപരിവർത്തന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിനുശേഷമാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വരുന്നത്. അപ്പോൾ ഈ നിർബന്ധിത മതപരിവർത്തന നിയമം നടപ്പിലുള്ള സ്ഥലമാണ് കോൺഗ്രസ്. ഈ ജനസംഘം ഉൾപ്പെടെയുള്ള കക്ഷികളുടെയും സഭയിലെ ഏക CPI അംഗത്തിന്റെയും പിന്തുണയോടെ വന്ന ഗോവിന്ദ് നാരായൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയാണ് ഈ 68 ഒക്ടോബർ 19 മതപരിവർത്തനം. അതിനുശേഷം വന്ന കോൺഗ്രസ് സർക്കാർ എന്ത് ചെയ്തു എന്ന് കൂടി മാഡം പറയാം. തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ മതപരിവർത്തന നിയമത്തെ അനുകൂലിച്ചു കൊണ്ട് തന്നെയുള്ള നിലപാടാണ് ഇക്കഴിഞ്ഞ ദിവസം വരെയും കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അതായത് കന്യാസ്ത്രീകൾ ദുർഗിലെ ജയിലിൽ കിടക്കുമ്പോൾ അവിടുത്തെ PCC അധ്യക്ഷൻ ദീപക് ബൈജ് പറഞ്ഞത് മതപരിവർത്തന നിയമം അതുകൂടി അത് സ്ട്രെങ്തൻ ചെയ്ത് അല്ലെങ്കിൽ അത് അമെന്റ്മെന്റ്സ് വരുത്തേണ്ട സമയമായിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ്. ഹിന്ദി അറിയാമല്ലോ, കേട്ട് നോക്കിയാൽ മനസ്സിലാകും. ദീപക് ബൈജിന്റെ സൗണ്ട് ബൈറ്റ് ആണ്. ഛത്തീസ്ഗഡ് PCC ഈ വിഷയത്തിൽ ജബി മേത്തർ വന്നപ്പോൾ കുറച്ച് പേരെ വിട്ടുകൊടുത്തു എന്നല്ലാതെ ദീപക് ബൈജിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെ നേതൃത്വത്തിലോ എന്തെങ്കിലും പ്രതിഷേധം കണ്ടോ? ഒന്നുമില്ല. പോട്ടെ, ഇനി പറയാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സാക്ഷാൽ സോണിയാഗാന്ധിയും ഒന്നും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നേരിട്ടിറങ്ങാഞ്ഞത്, നേരിട്ട് പ്രതികരണങ്ങൾ നടത്താത്തത്? പേടിയാണ്. മൃദു ഹിന്ദുത്വ പറഞ്ഞുകൊണ്ട് വോട്ട് നേടാൻ മധ്യപ്രദേശിൽ ശ്രമിച്ചു. അവിടെ അത് അമ്പേപാളി. ഛത്തീസ്ഗഡിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസിന് ഇനി അങ്ങോട്ട് അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വന്നത്. പറയട്ടെ മാഡം, പറഞ്ഞു തീർക്കട്ടെ. പറയട്ടെ. അപ്പോൾ ഇവിടെ UDF, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, UDF LDF MPമാരും നേതാക്കളും ക്രിയേറ്റ് ചെയ്ത ഒരു ഇംപ്രഷൻ ഉണ്ട്. അതുകൂടി ഞാൻ പറയാം. സഭയെ മുഴുവനായിട്ട് ഞങ്ങളിങ്ങ് ഒറ്റ പർച്ചേസിൽ ഞങ്ങളിങ്ങ് എടുത്തു ഈ ഒരു വിഷയത്തോടെ എന്നുള്ള ഒരു ധ്വനിയിലായിരുന്നു അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ. ലഡു വിതരണം, ബൊക്കെ കൊടുക്കൽ, ഷോളണിക്കൽ, അതെല്ലാം ഇന്നത്തെ സഭയുടെ മൗനത്തോടെ അവരങ്ങാകെ മാളത്തിലേക്ക് ഒളിക്കേണ്ട സാഹചര്യമായിരിക്കുകയാണ്. മാഡം BJPയോടുള്ള അസഹിഷ്ണുത എന്നോട് കാണിക്കാതെ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. എന്തായാലും ഇവിടെ സഭാപിതാക്കന്മാർക്ക്, സഭാവിശ്വാസികൾക്കൊക്കെ കാര്യം കൃത്യമായി മനസ്സിലാകും. നിങ്ങളൊക്കെ എത്ര കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലും. ശരി, സഭയിൽ ഭിന്നസ്വരമോ എന്ന ചോദ്യത്തിന് സഭയിൽ ഭിന്നസ്വരമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സുജയ് പറയുന്നതോട് ഞാൻ യോജിക്കുന്നു. കാരണം അധികാരം എവിടെയോ ആ അധികാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് പൊതുവെ സഭയുടെ സമീപനം. അങ്ങനെ അധികാരത്തോട് ചേർന്ന് നിന്ന് അല്പം ഭയത്തോടെ നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി വരുന്നതാണ് ഭിന്നസ്വരമായി വരുന്നത്. അതിപ്പോൾ ഇരിഞ്ഞാലക്കുട രൂപതയോടെ നമ്മൾ കണ്ടു. അതല്ലാതെ പല പിതാക്കന്മാരും ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ലത്തീൻ സഭയൊക്കെ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ല, സിറോ മലബാർ സഭ എന്ന് പറയുന്നത് സഭകളിൽ ഈ സവർണ സംവിധാനമായി നിൽക്കുന്ന ഏറ്റവും വലിയ സഭയാണ്. അപ്പോൾ സിറോ മലബാർ സഭയിൽ ഭൂരിപക്ഷവും, എല്ലാവരും എന്ന് പറയുന്നില്ല, ഭൂരിപക്ഷവും ഈ തരത്തിൽ അധികാരമാരാണോ എവിടെയാണോ അവരുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിഷയത്തിൽ തന്നെ ഓഫ് ദ റെക്കോർഡായി പലരും പ്രതികരിച്ചിട്ടുള്ളത്. ഓഫ് ദ റെക്കോർഡായി എന്ന് പറയുമ്പോൾ ആരുടെ പേര് പറയുന്നതിൽ നമുക്ക് പറയാമല്ലോ. ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ ഒടുവിലെടുത്ത നിലപാട് വളരെ ദുർബലമാക്കി എടുക്കുന്നു. അതായത് ഈ അഭ്യർത്ഥന അമിത്ഷായിലേക്ക് പോയ ശേഷം വളരെ മിതമായ രീതിയിലാണ് പ്രോസിക്യൂഷൻ പ്രതികരിച്ചത്. അതുകൊണ്ടുകൂടിയാണ് ജാമ്യം ലഭിച്ചത്. അതുകൊണ്ട് നമ്മൾ പിണക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് സഭയിൽ ഒരു ഭൂരിഭാഗം എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സമ്പൂർണ്ണമായ പിണക്കം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇടയലേഖനം അങ്ങനെ വ്യാപകമായ രീതിയിൽ വായിക്കാതിരുന്നത്. നേരത്തെ ശ്രീ ആൻഡോ പറഞ്ഞത് ശരിയാണ്. അഥവാ ഈ ജാമ്യം ലഭിക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ശക്തമായ പ്രതികരണം വന്നേനെ. ആ പ്രതികരണം വരുമ്പോഴും കേരളത്തിലുള്ള 18% എന്നുള്ളതാണ്, രാജ്യത്താകെയുള്ള 2.3% എന്നുള്ള സഭയുടെ അവസ്ഥ. സഭയ്ക്കുടെ ആന്തരിക പ്രശ്നങ്ങൾ ഒരു വലിയ വിഷയം തന്നെയാണ്. സഭ അകത്തുനിന്നും ആഭ്യന്തരമായി നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നമുണ്ട്. രണ്ടാമത്തത് കുടിയേറ്റ പ്രശ്നമാണ്. ഇപ്പോൾ തിരിച്ചു വരാത്ത പ്രവാസികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതുള്ളത് ക്രിസ്തു മതത്തിലാണ്. ഇപ്പോൾ പുറത്ത് അന്യ രാജ്യങ്ങളിലേക്ക് പോയവർ തിരിച്ചു വരുന്നില്ല, എണ്ണം കുറയുന്നു. ഇതൊക്കെ സഭയ്ക്കകത്തൊരു വിഷയമായിരുന്നു. കേസുകളുടെ വിഷയം, കേസുകൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണല്ലോ. ED അടക്കം, ഇൻകം ടാക്സ് അടക്കം വരുന്ന വിഷയങ്ങളുണ്ട്. അത്
ആഭ്യന്തര പ്രശ്നമാണ്. ഇത് ബാധിക്കാത്ത പിതാക്കന്മാർ ശക്തമായി പ്രതികരിക്കും, ബാധിക്കുന്ന പിതാക്കന്മാർ അല്പം മിതമായി പ്രതികരിക്കും. അപ്പോൾ പിണക്കിയാൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്, വേറെ രൂപത്തിൽ പ്രതികരിക്കുന്നു. ഇനി ദീപിക ഈ ബാധിക്കാത്ത പിതാക്കന്മാർ എന്ന് പറഞ്ഞ് സഭയെ സംശയ നിഴലിൽ നിർത്തരുത്. എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എന്റെ അഭിപ്രായം സഭയുടെ വക്താവിനോട് കുറച്ച് പറയണ്ട, അവിടെ നിൽക്കട്ടെ. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രതികരണം വരുന്നു. എന്റെ ഫ്ലോ തെറ്റിക്കരുത്, എന്റെ ഫ്ലോ പോയി, എനിക്ക് പറയാം, എന്റെ ഫ്ലോ പോയി, ഇതിങ്ങനെ ശരിയല്ല. അപ്പോൾ സഭയിൽ ഭിന്ന സ്വരമുണ്ട് എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യം. അപ്പോൾ നല്ല രാഷ്ട്രീയ ബോധ്യത്തിന്റെ കുറവ് അവിടെയുണ്ട്. നല്ല രാഷ്ട്രീയ ബോധത്തോടെ നെഞ്ചുറപ്പോടെ ശക്തമായി പ്രതികരിക്കുന്നവരില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇനി നേരത്തെ മുൻപുള്ള സാഹചര്യമായിരുന്നു. നേരത്തെ ശരിയാണ് സുജയ പറഞ്ഞത്, UDF-ൽ കേരള കോൺഗ്രസ് ഉണ്ട്, അപ്പുറത്ത് ഉമ്മൻചാണ്ടിയുണ്ട്. സഭയിലൊരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൽ ഇടപെടുകയും അവർക്ക് ചേർന്ന് നിന്ന് വിഷയങ്ങൾ പരിഹരിക്കാനും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല, ദേശീയ തലത്തിലും കോൺഗ്രസ് ഇല്ല. അപ്പോൾ എത്ര കാലമാണ് കാത്തിരിക്കുക? അപ്പോൾ ഞാൻ പൂർത്തിയാക്കട്ടെ സുജിയ, ഇത് ശരിയല്ല, സമയം കഴിയാനാണ്. ഞാൻ പൂർത്തിയാക്കട്ടെ പ്ലീസ്. അപ്പോൾ ഞാൻ സുജിയുടെ ഇടപെടാൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിൽ വരുമ്പോൾ ഇനിയിപ്പോൾ ഭരിക്കുന്നവരുമായി ചേർന്ന് പോവുക എന്നല്ലാതെ വേറെ നിവൃത്തിയില്ല. 2 കന്യാസ്ത്രീകൾ അവരുടെ കൊന്തയെടുത്ത് പോക്കറ്റിൽ വെച്ചാലും ചെരുപ്പിടിക്കാതെ ജയിലിൽ നിർത്തിയാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു ദുരവസ്ഥ സഭയ്ക്കുണ്ട്. അതാണ് ആത്യന്തികമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലപ്പുറം പ്രതികരിക്കും എന്നുള്ളത് അത് വിശ്വാസികളിൽ നിന്നാണ് ആ പ്രതികരണം വരിക. ആ പ്രതികരണം ഇപ്പോൾ തന്നെ വിശ്വാസികൾ രൂഢമൂലമായിരിക്കുന്നു, ശക്തമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിക്കോളൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി പ്രതിഫലിക്കും. ഇപ്പോൾ ഇപ്പോൾ ഭരണകൂടവുമായി നേരിട്ട് ഒരു ആക്സസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് BJP ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഒരു തരത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വരികയായിരുന്നു. ഈ തരത്തിൽ 2 ക്രിസ്ത്യൻ പ്രതിനിധികളെ കൊണ്ടുവരുന്നു. ഇപ്പോൾ അനൂപിനെയൊക്കെ ഇപ്പോൾ ഈ മൈക്ക് പിടിച്ച് വലിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടുവെങ്കിലും അദ്ദേഹം എടുത്ത ഒരു എഫേർട്ടുണ്ട്. ആ എഫേർട്ട് എന്ന് വെച്ചാൽ വിശ്വാസികളെ ഞങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പുറത്ത് ഷോൺ ജോർജ് ഉണ്ട്. ഇപ്പോൾ അനൂപിനേക്കാൾ കുറച്ചുകൂടി ഈ പറഞ്ഞ ആക്സസ് ശരിക്കും ഷോണിനാണുള്ളത്. ഷോൺ വഴിയാണ് സഭയ്ക്ക് കുറച്ചുകൂടി. അതല്ലാതെ തന്നെ സഭ ബിഷപ്പ് അടക്കമുള്ളവർക്ക് നേതൃത്വവുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യത്തിലേക്കാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ട് ഈ തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇനി ദീപിക മുഖപ്രസംഗം ശക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ പിരിഞ്ഞു പോകാനായിട്ടില്ല, ഇനിയും വർഗീയ കൂട്ടങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, പിരിഞ്ഞു പോകരുത് എന്ന് പറയുന്നത്. ദീപികയിലെ മുഖപ്രസംഗം ഈ പറഞ്ഞതുപോലെ എല്ലാവരും ചേർന്നാണല്ലോ, എല്ലാ രൂപതകളും ചേർന്നാണല്ലോ ദീപികയിൽ വരുന്നത്. അപ്പോൾ അതിൽ ശക്തമായി പ്രതികരിക്കുന്നവർ കുറച്ചു കാലം പറയും, കുറച്ച് മിതമായി പ്രതികരിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ മിതമായി പ്രതികരിക്കും. അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ സഭയുടെ ആകത്തുകയായ പ്രതികരണമായി ദീപികയുടെ മുഖപ്രസംഗത്തെയും നമുക്ക് കാണാൻ പറ്റില്ല. അതിൽ പക്ഷേ വന്നിരിക്കുന്ന പ്രതികരണം ശക്തമാണ്. ഇനി അടുത്തത് ഈ കാസ എന്ന് പറയുന്ന സംവിധാനത്തെ മുസ്ലിം വിരോധത്തിൽ ഊന്നിക്കൊണ്ട് ആ രൂപത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അടുപ്പിക്കാനുള്ളൊരു ശ്രമം ഇവിടെ BJP നടത്തിയത് ഒരു ഘട്ടം വരെയും വിജയിച്ചു എന്നുള്ളതാണ്. കാസ നമുക്കിപ്പോൾ ഗ്രൗണ്ടിൽ നോക്കിയാൽ കാസ അടിയുണ്ടാക്കുന്നതോ വലിയ സംഘർഷം ഉണ്ടാക്കുന്നതൊന്നും കാണുന്നില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാസയുടെ റോൾ കൃത്യമായി നിറവേറ്റിയിട്ടുണ്ട്. ആ തരത്തിലൊരു വിദ്വേഷം വലിയ തോതിൽ തന്നെ വിതയ്ക്കാൻ കാസയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ സഭയ്ക്കൊരു പുനർവിചിന്തനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതവിടെ നിൽക്കുന്നു. ഇനി ഈ പറയുന്നവരെ സഭയുടെ വക്താക്കളായി വരുന്നവരുണ്ടല്ലോ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ ഇവിടെ തന്നെയുള്ള BJPയിലെ മറ്റൊരു വിഭാഗം എതിർക്കുകയാണ്. എന്താണ് അവർ പറയുന്നതെന്നറിയോ? രാഷ്ട്രീയമറിയാത്ത വ്യവസായി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതും ഇന്നുവരെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും യാദൃശ്ചികമായി സംഭവിച്ചല്ല, ചില അദൃശ്യ ശക്തികൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ്. 2050 ഇന്ത്യയെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള ഇവാഞ്ചലിസ്റ്റുകളുടെ പ്ലാൻ 11 വർഷമായി വർക്കൗട്ട് ആവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1.5 പതിറ്റാണ്ടായി ഗോവയിൽ BJP സർക്കാർ ഭരിക്കുന്നതും നോർത്ത് ഈസ്റ്റിലേക്ക് പാർട്ടി പടർന്നു പിടിച്ചതും കുരിശു കൃഷിക്കാർക്ക്, നിങ്ങളെ വിളിക്കുന്ന പേരാണ് കുരിശു കൃഷിക്കാർക്ക് തടസ്സം. പറയട്ടെ, ഞാൻ വായിക്കട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ്. മിണ്ടാതിരിക്കൂ, ഞാൻ പറയട്ടെ. എന്തിനേറെ പറയുന്നു, ഓൾ ഇന്ത്യ മതപരിവർത്തനത്തിന്റെ പ്രഭവ കേന്ദ്രമായ കേരളത്തിൽ പോലും താമര വിരിഞ്ഞു. മണിപ്പൂരിൽ ഡീപ് സ്റ്റേറ്റ് നടത്തിയ അട്ടിമറി നീക്കം പൂർണ്ണമായും വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഛത്തീസ്ഗഡിൽ അവരുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ച് ഫീനിക്സ് പക്ഷിയെ പോലെ BJP തിരിച്ചു വന്നു. ഒരു സ്വാഭിമാനി ഹിന്ദു മുഖ്യമന്ത്രിയുമായി. നക്സൽ മതമാറ്റ മാഫിയക്കെതിരെ സർക്കാർ ശക്തമായ നടപടികൾ ആരംഭിച്ചു. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ടും 1 സീറ്റും നേടി കേരളത്തിൽ BJP ശക്തമായി മുന്നേറ്റം നടത്തുന്നു. ഇത് അവസരമായി കണ്ട് സഭ BJP ദേശീയ നേതൃത്വത്തെ സമീപിക്കുന്നു. FCRA ഫണ്ട് നിയന്ത്രണമെന്ന പതിവ് തർക്കം മറച്ചുവെച്ച് BJPയുമായി വിലപേശൽ ആരംഭിക്കുന്നു.
അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഒരിക്കലെങ്കിലും സുരേഷ് ഗോപി ജയിക്കരുതെന്ന് വിചാരിച്ച് അതിനുവേണ്ടി പണിയെടുത്തവരാണ് കത്തോലിക്ക സഭ എന്നത് പരസ്യമായ രഹസ്യമാണ്. ഹിന്ദു ഏകീകരണം കൊണ്ട് മാത്രമാണ് ശക്തന്റെ തട്ടകത്ത് താമര വിരിഞ്ഞത് വളരെ വ്യക്തവുമാണ്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്തത് BJP തങ്ങളുടെ വഴിയെ നടത്താനാണ് സഭ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് സഭയുമായി നല്ല ബന്ധമുള്ള ഹിന്ദുത്വവാദി അല്ലാത്ത ചന്ദ്രശേഖരന്റെ രംഗപ്രവേശം. ഇങ്ങനെ പറയുന്നു. അടുത്ത വരി കേൾക്കൂ. പ്രസിഡന്റായിരുന്ന കാലത്തെ പ്രവർത്തനങ്ങളുടെ പേരിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിലും കെ സുരേന്ദ്രൻ കറകളഞ്ഞ ഹിന്ദുത്വവാദിയായിരുന്നു. സുരേന്ദ്രൻ തുറന്നാൽ ഇനിയൊരു പക്ഷേ MT രമേശോ ശോഭാ സുരേന്ദ്രൻ വന്നാൽ പോലും സഭയുടെ കയ്യിൽ പാർട്ടിയുടെ ചരട് പൂർണ്ണമായി കിട്ടില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ എവിടെന്നാ വന്നെന്ന് വ്യക്തമായല്ലോ. അല്ല മാഡം സോഴ്സ് പറയൂ. അല്ല സോഴ്സ് ഒന്നും പറയാൻ സൗകര്യമില്ല സുജയ. അത് കൊള്ളാം. സൗകര്യമില്ല സുജയ. എന്തൊക്കെയോ ഉണ്ടാക്കി വായിച്ച് BJP ഇതൊക്കെ പടർന്നു പന്തലിച്ച ഇവിടെ തന്നെയുള്ള നേതാക്കൾ പറയില്ല. മുഖമില്ലാത്തവർ കാട് വരെ മുഖമില്ലാത്ത വാദമാണ് വോട്ടിനായി നെട്ടോട്ടം എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ പാഠം ഇട്ടിട്ട് ഞാൻ 24,000 കിലോമീറ്റർ ഓടി. അപ്പോൾ അവിടുന്ന് അനൂപ് ഞാൻ 12,000 കിലോമീറ്റർ ഓടി. ഈ കാർഡുണ്ടാക്കിയിരിക്കുന്നതും ഇവിടെ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു തകർക്കാൻ വേണ്ടി എടുക്കുന്ന പണി. മറ്റു കാര്യങ്ങൾ ഞാനിരുന്ന് ഇത്രയും വലിയ കോപ്പി ഉണ്ടാക്കുകയായിരുന്നു. ഏതായാലും സഭയിൽ ഭിന്നസ്വരമാണ്. സഭയിൽ മാത്രമല്ല BJPയിലും ഭിന്നസ്വരമാണ് എന്ന് കൂടി എനിക്ക് കൂട്ടി. ഒരു കാര്യം കൂടി ചോർത്തോട്ടെ. ഇതിനകത്ത് ചന്ദ്രശേഖരൻ്റെ കൂടെ ഷോൺ ജോർജും അനൂപ് ആന്റണിയും ഒരൊറ്റ BJP നേതാവ് ഇതുവരെ ഈ കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തിയോ? ഇങ്ങോട്ട് വിളിച്ചൊരു ബൈറ്റ് തന്നോ? രഹസ്യമായി സംസാരിക്കുന്നുണ്ട് പലരും ആളുകൾ. പരസ്യമായി വന്നാണ് ഞാൻ പറയുന്നില്ല. അല്ല ഒരൊറ്റ ആളില്ല. നോ എന്ന് വൺ. Meet the editors.